Ready. Hello, good evening all. Sorry, നമ്മൾ ഇന്ന് ലേശം ഡിലേ ആയി. Hello, good evening all. Sorry, നമ്മൾ Okay. So anyhow we can start with correct അല്ലേ? So welcome back to Principles of Inheritance and Variation. അപ്പോൾ അതുപോലെ ലാസ്റ്റ് ക്ലാസ്സിൽ വി ഡിസ്കസ് അപ് ടു ലിങ്കേജ് റീകോമ്പിനേഷൻ വരെ നമ്മൾ എടുത്തു. ആൻഡ് ജീൻ മാപ്പ് വരെ പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. സോ കണ്ടിന്യൂവേഷൻ സെക്സ് ഡിറ്റർമിനേഷൻ ആണ്. അപ്പോൾ നമുക്ക് നേരിട്ട് ക്ലാസ് പോകാം. ഇന്നിപ്പോൾ ഓൾറെഡി നമ്മൾ കുറച്ച് ലേറ്റാണ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. റെഡി അല്ലേ? ഓക്കെ. അപ്പം സെക്സ് ഡിറ്റർമിനേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് സ്റ്റഡി ചെയ്യുന്നത് ക്രോമസോമൽ സെക്സ് ഡിറ്റർമിനേഷൻ ആണ്. ക്രോമസോമൽ സെക്സ് ഡിറ്റർമിനേഷൻ ഇൻ ആനിമൽസ്. ഈ ആനിമൽസിലെ സെക്സ് ഡിറ്റർമിനേഷൻ എന്ന് പറയുമ്പം നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം, ആദ്യം ഒരു സയൻറ്റിസ്റ്റിൻ്റെ പേര് പഠിക്കാനുണ്ട്, ഹെങ്കിങ്. യു നോ ദാറ്റ് ഹെങ്കിങ് ഇൻ 1891 ഹെങ്കിങ് വൈൽ സ്റ്റഡിയിങ് സ്പെർമാറ്റോജെനസിസ് പഠിക്കുമ്പോൾ ഹെങ്കിങ് സ്പേം ഫോമിങ് സെൽസിൽ ഒരു ന്യൂക്ലിയർ സ്ട്രക്ചർ, ഒരു ഡാർക്ക് കളേർഡ് ബോഡി ഒബ്സർവ് ചെയ്യുന്നു. ഹെങ്കിങ് അതിനെ എക്സ് ബോഡി എന്ന് വിളിക്കുന്നു. 50% ഓഫ് സ്പേമിൽ എക്സ് ബോഡി ഉണ്ട്, റിസീവ് ചെയ്യുന്നുണ്ട്. 50% ഓഫ് സ്പേമിൽ എന്തില്ല? എക്സ് ബോഡി ഇല്ല. ഈ എക്സ് ബോഡിയെ ഇന്ന് നമ്മൾ എന്ത് വിളിക്കുന്നു? എക്സ് ക്രോമസോം എന്ന് വിളിക്കുന്നു. അപ്പോൾ ക്രോമസോമൽ സെക്സ് ഡിറ്റർമിനേഷൻ്റെ ആദ്യം മനസ്സിലാക്കേണ്ട ഇതാണ്. എക്സ് ക്രോമസോം ആര് ഡിസ്കവർ ചെയ്തു എന്ന് ചോദിച്ചാൽ ഹെങ്കിങ്. അതിനുശേഷം 1905 നട്ടി സ്റ്റീവൻസ് എന്ന സയൻറ്റിസ്റ്റ്, അദ്ദേഹം വൈ എന്ന സ്മോൾ ക്രോമസോം, ഒരു മെയിൽസിൽ സ്മോൾ ക്രോമസോം, വൈ ക്രോമസോം ഡിസ്കവർ ചെയ്തിട്ടുണ്ട്. നട്ടി സ്റ്റീവൻസ് എന്ന പേര് ഓർത്താൽ മതി. ഓക്കെ, ആവശ്യം വരില്ല, നിങ്ങൾ ഹെങ്കിങ് മാത്രം പഠിച്ചാൽ മതി. അപ്പോൾ നമ്മൾ നേരെ സെക്സ് ഡിറ്റർമിനേഷനിൽ പോകുന്നു. ക്രോമസോമൽ സെക്സ് ഡിറ്റർമിനേഷൻ പറയുമ്പോൾ അതിൽ നമുക്ക് 2 ടൈപ്പിലാണ് സെക്സ് ഡിറ്റർമിനേഷൻ പഠിക്കാനുള്ളത്. മെയിൽ ഹെറ്ററോഗ്യാമിറ്റി ആൻഡ് അതേപോലെ ഫീമെയിൽ ഹെറ്ററോഗ്യാമിറ്റി. ഈ മെയിൽ ഹെറ്ററോഗ്യാമിറ്റി എന്ന് പറയുമ്പം മെയിൽ പ്രൊഡ്യൂസ് ഡിഫറെൻറ്റ് ഗ്യാമീറ്റ്. എന്നാൽ ഫീമെയിൽ ഹെറ്ററോഗ്യാമിറ്റി എന്ന് മീൻസ് ഫീമെയിൽ പ്രൊഡ്യൂസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗ്യാമീറ്റ്. മെയിൽ ഹെറ്ററോഗ്യാമിറ്റിയിൽ നമുക്ക് ആരൊക്കെ എക്സാമ്പിൾ വരുന്നത്? മെയിൽ ഹെറ്ററോഗ്യാമിറ്റിയിൽ നമുക്ക് വരുന്ന എക്സാമ്പിൾസ് ആണ് ഹ്യൂമൻ ബീയിങ്സ് വരുന്നു, ആൻഡ് ഡ്രോസോഫില വരുന്നു, ഫ്രൂട്ട് ഫ്ലൈസ് ഡ്രോസോഫില മെലാനോഗ്യാസ്റ്റർ വരുന്നു, ആൻഡ് ആൾസോ ഗ്രാസ് ഹോപ്പർ വരുന്നു. ഫീമെയിൽ ഹെറ്ററോഗ്യാമിറ്റിക്ക് ഒറ്റ എക്സാമ്പിളെ പഠിക്കാനുള്ളൂ, ബേർഡ്സ്. ഫോർ എക്സാമ്പിൾ ബേർഡ്സ് ഓർ ഫൗൾസ് ആണ് വരുന്നത്. പ്ലസ് ഇത് കൂടാതെ നമുക്ക് ഒരു ഹാപ്ലോഡിപ്ലോയിഡ് സെക്സ് ഡിറ്റർമിനേഷൻ ഉണ്ട്. ദാറ്റ് ഈസ് ഇൻ ഹണിബീയിലെ ഹാപ്ലോഡിപ്ലോയിഡ് സെക്സ് ഡിറ്റർമിനേഷൻ കൂടി അതിലുണ്ട്. ഓക്കെ, ദെൻ ലുക്ക്. സോ സെക്സ് ഡിറ്റർമിനേഷൻ വി ഹാവ് XX-X0 മെക്കാനിസം. ഈ XX-X0 മെക്കാനിസം നിങ്ങൾക്കറിയാം. ദിസ് XX-X0 മെക്കാനിസം ഗ്രാസ് ഹോപ്പറിലാണ്. മെയിൽ ഹെറ്ററോഗ്യാമിറ്റി. ഈ XX-XY മെക്കാനിസം എവിടെയാ? ഡ്രോസോഫിലയിലുണ്ട്, ആൻഡ് ആൾസോ ഹ്യൂമൻ ബീയിങ് ഡ്രോസോഫില XX-XY മെക്കാനിസം. ആൻഡ് അപ്പം 3 മെയിൽ ഹെറ്ററോഗ്യാമിറ്റി. ആൻഡ് ഫീമെയിൽ ഹെറ്ററോഗ്യാമിറ്റി, ദിസ് ഇസ് ഫീമെയിൽ ഹെറ്ററോഗ്യാമിറ്റി ZZZW മെക്കാനിസം, അത് ഫോൾസിലാണ്. സോ നമുക്ക് നേരെ സെക്സ് ഡിറ്റർമിനേഷനിലേക്ക് കടക്കാം. ദ ഫസ്റ്റ് വൺ നമുക്ക് ആദ്യം XX-X0 മെക്കാനിസം ഗ്രാസ് ഹോപ്പറിൽ. ഇൻ ഗ്രാസ് ഹോപ്പർ, റിമെമ്പർ, ഗ്രാസ് ഹോപ്പറിൽ മെയിലിന് ഒരൊറ്റ എക്സ് ക്രോമസോമേ ഉള്ളൂ. ഓട്ടോസോംസ് ഉണ്ട്, ഒരു എക്സ് ക്രോമസോം. ഫീമെയിലിന് 2 എക്സ് ക്രോമസോംസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ മെയിൽ പ്രൊഡ്യൂസ് 2 ടൈപ്പ് ഓഫ് സ്പേംസ്. മെയിൽസ് 2 ടൈപ്പ് ഓഫ് സ്പേം പ്രൊഡ്യൂസ് ചെയ്യും. മെയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പേംസ് ഏതൊക്കെയാണ്? മെയിൽ 2 ടൈപ്പ് ഓഫ് സ്പേം പ്രൊഡ്യൂസ് ചെയ്യും. എക്സ് ക്രോമസോം ഉള്ള സ്പേമും പ്രൊഡ്യൂസ് ചെയ്യും. അറ്റ് ദ സെയിം ടൈം ഓട്ടോസോംസ് മാത്രമുള്ള സെക്സ് ക്രോമസോം ഇല്ലാത്ത സ്പേംസ്. ഈ സെക്സ് ക്രോമസോം ഇല്ലാത്ത സ്പേമിന് നമുക്ക് 0 കൊടുക്കാം. അപ്പം എക്സ് ക്രോമസോം ഉള്ള സ്പേമും എക്സ് ക്രോമസോം ഇല്ലാത്ത, എന്ന് വെച്ചാൽ സെക്സ് ക്രോമസോം ഇല്ലാത്ത സ്പേം, ഓട്ടോസോം ഉണ്ടായിരിക്കും. 11 ഓട്ടോസോം ഉണ്ടായിരിക്കും. എന്നാൽ ഫീമെയിൽ പ്രൊഡ്യൂസ് എഗ് എല്ലായ്പ്പോഴും എക്സ് ക്രോമസോം ആയിരിക്കും. ഡ്യൂറിങ് ഫെർട്ടിലൈസേഷൻ ഈ എഗ്ഗും ഈ സ്പേമും ഫെർട്ടിലൈസ് ചെയ്യുമ്പോൾ XX ദാറ്റ് വിൽ ബി ഫീമെയിൽ ആൻഡ് X0 ദാറ്റ് വിൽ ബി മെയിൽ ആയിരിക്കും. ദിസ് ഈസ് XX-X0 മെക്കാനിസം ഇൻ ഗ്രാസ് ഹോപ്പർ. സിമ്പിൾ അല്ലേ? അപ്പം നമുക്ക് അടുത്തത് നോക്കാം. XX-XY മെക്കാനിസം.
ഈ XXXY മെക്കാനിസം നമ്മൾ രണ്ടെണ്ണം പറഞ്ഞിട്ടുണ്ട്. XXXY മെക്കാനിസം ആരെല്ലാമാണ്? ഹ്യൂമൻ ബീയിങ്സും ഡ്രോസോഫിലയും. അപ്പോൾ നമുക്ക് ആദ്യം ഹ്യൂമൻ ബീയിങ്സിലേക്ക് പോകാം. ഹ്യൂമൻ ബീയിങ്സിൽ നമുക്കറിയാം മെയിൽ ഹെറ്ററോഗ്യാമിറ്റിയാണ്. സോ മെയിലാണ് XY ക്രോമസോം, ഒരു എക്സും ഒരു വൈയും. കൂടെ എന്തുണ്ട്? 44 ഓട്ടോസോംസ് ഉണ്ടായിരിക്കും, സൊമാറ്റിക് ക്രോമസോംസ് ഉണ്ടായിരിക്കും. നമ്മളെ ക്രോമസോംസിനെ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്, ഓട്ടോസോംസും അല്ലോസോംസ് അല്ലെങ്കിൽ സെക്സ് ക്രോമസോം. ഓട്ടോസോംസ് ആണ് സൊമാറ്റിക് ക്രോമസോംസ്. Autosomes are somatic chromosome. They control general character of the body. Allosomes ആണ് സെക്സ് ക്രോമസോം. അപ്പോൾ ഹ്യൂമൻ ബീയിങ്സിൽ അല്ലോസോംസ് എക്സും വൈയും. അതുകൊണ്ട് തന്നെ മെയിൽ പ്രൊഡ്യൂസ് 2 ടൈപ്പ് ഓഫ് സ്പേംസ്. എക്സ് ക്രോമസോം ഉള്ള സ്പേമും പ്രൊഡ്യൂസ് ചെയ്യും, വൈ ക്രോമസോം ഉള്ള സ്പേമും പ്രൊഡ്യൂസ് ചെയ്യും. അതുകൊണ്ട് മെയിൽ ഹെറ്ററോഗ്യാമിറ്റി എന്ന് പറയുന്നു. എന്നാൽ ഫീമെയിൽ പ്രൊഡ്യൂസ് ഓൺലി 1 ടൈപ്പ് ഓഫ് എഗ് വിത്ത് എക്സ് ക്രോമസോം. എക്സ് ക്രോമസോം ഉള്ള എഗ് മാത്രം. അതിൽ ഈ എക്സും സ്പേം വിത്ത് എക്സ് ക്രോമസോം ആൻഡ് എഗ് വിത്ത് എക്സ് ക്രോമസോം അത് രണ്ടും ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ XX ആരായിരിക്കും? ഫീമെയിൽ. ആൻഡ് സ്പേം വിത്ത് വൈ ക്രോമസോം ഫ്യൂസ് വിത്ത് എഗ് വിത്ത് എക്സ് ക്രോമസോം XY ആരായിരിക്കും? മെയിൽ. സോ ദ ചാൻസ് ഓഫ് ഗെറ്റിംഗ് മെയിൽ ആൻഡ് ഫീമെയിൽ ചിൽഡ്രൻ ഈസ് 50-50 ആണ്. ആൻഡ് ആരാണ് സെക്സ് ഡിറ്റർമിനേഷൻ റെസ്പോൺസിബിൾ എന്ന് ചോദിച്ചാൽ വി നോ ദാറ്റ് ഈസ് മെയിൽ ആണ്. ഇതേ പാറ്റേൺ, ഇതേ XXXY പാറ്റേൺ തന്നെയാണ് ഡ്രോസോഫിലയിലും ഫോളോ ചെയ്യുന്നത്. ഡ്രോസോഫിലയിലും XXXY തന്നെയാണ്. സെയിം പാറ്റേൺ, സെയിം ഓട്ടോസോംസിൽ മാത്രമാണ് വ്യത്യാസമുള്ളത്. എന്ന് വെച്ചാൽ ഡ്രോസോഫിലയിൽ ഫീമെയിൽ XX ആണ്, വെറാസ് മെയിൽ ഡ്രോസോഫില XY ആണ്. ടോട്ടൽ 8 ക്രോമസോമാണ്, 6 ഓട്ടോസോംസും XX 6 ഓട്ടോസോംസ്. ഫീമെയിൽ എന്ത് ചെയ്യുന്നു? ഫീമെയിൽ എഗ് പ്രൊഡ്യൂസ് ചെയ്യും, എക്സ് ക്രോമസോം ഉള്ള എഗ്. മെയിൽ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? മെയിൽ പ്രൊഡ്യൂസ് 2 ടൈപ്പ് ഓഫ് സ്പേംസ് വിത്ത് എക്സ് ക്രോമസോം ആൻഡ് സ്പേംസ് വിത്ത് വൈ ക്രോമസോം. These 2 fertilize XX, that will be female. If these 2 fertilize XY, that will be male. ഇപ്പം നമ്മൾ പറഞ്ഞ 3 എണ്ണം, ഹ്യൂമൻ ബീയിങ്, ഡ്രോസോഫില ആൻഡ് ഗ്രാസ്ഹോപ്പർ, 3ഉം മെയിൽ ഹെറ്ററോഗ്യാമിറ്റി. നമ്മളിനി ഫീമെയിൽ ഹെറ്ററോഗ്യാമിറ്റിയിലേക്ക് പോകുമ്പം ബേർഡ്സ് ഓർ ഫോൾസ്. ബേർഡ്സ് ഓർ ഫോൾസിൽ ഫീമെയിൽ ഹെറ്ററോഗ്യാമിറ്റിയാണ്. അവിടെ മെയില് ഹോമോഗ്യാമിറ്റിക് ആണ്, ZZ. അപ്പം മെയിലാണ് ZZ ആൻഡ് ഫീമെയിൽ ആണ് ZW എന്ന് വിളിക്കുന്നത്. അപ്പം അവിടുത്തെ നമുക്ക് ഈസി ആയിട്ട് ഈ ഡിറ്റർമിനേഷൻ മനസ്സിലാക്കാം. മെയിൽ പ്രൊഡ്യൂസ് ഓൺലി 1 ടൈപ്പ് ഓഫ് എഗ്. മെയിൽ ഒറ്റ ടൈപ്പ് എഗ് പ്രൊഡ്യൂസ് ചെയ്യൂ, സ്പേമെ പ്രൊഡ്യൂസ് ചെയ്യൂ, Z ക്രോമസോം ഉള്ള സ്പേം. എന്നാൽ ഫീമെയിൽ പ്രൊഡ്യൂസ് 2 ടൈപ്പ് ഓഫ് എഗ്സ്, X വിത്ത് Z ക്രോമസോം ആൻഡ് X വിത്ത് W ക്രോമസോം. അപ്പം egg with Z chromosome and egg with W chromosome. If these sperm fertilize with this egg, ZZ ആരായിരിക്കും? മെയിൽ കോക്ക് ആയിരിക്കും. ഈ സ്പേം ഈ എഗ്ഗുമായിട്ടാണെങ്കിൽ ZW ആരായിരിക്കും? ഫീമെയിൽ ഹെറ്ററോഗ്യാമിറ്റിക്. അണ്ടർസ്റ്റുഡ്? സോ ഇത്രയുമാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഡിറ്റർമിനേഷൻ മറ്റൊരു പ്രത്യേക തരമാണ്, ഹാപ്ലോ ഡിപ്ലോയിഡ് സെക്സ് ഡിറ്റർമിനേഷൻ. ദാറ്റ് ഈസ് ഇൻ ഡ്രോസോഫില മെലാനോഗാസ്റ്ററിൽ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അണ്ടർസ്റ്റാൻഡ്? ഡ്രോസോഫില മെലാനോഗാസ്റ്റർ നമുക്ക് നോക്കാം. ഡ്രോസോഫിലയിൽ ലിസൺ, ഈ ഡ്രോസോഫിലയിൽ സെക്സ് ഡിറ്റർമിനേഷൻ എന്ന് പറയുമ്പോൾ ഇൻ ഹണിബിയുടെ സെക്സ് ഡിറ്റർമിനേഷൻ. Listen, in honeybee the sex is determined by the total number of chromosome. A total number of chromosome എന്ന് പറയുമ്പം whether the organism is haploid or diploid. അപ്പോൾ നമുക്ക് അതിനെന്ത് വിളിക്കാം? ഹണിബിയിലെ സെക്സ് ഡിറ്റർമിനേഷൻ ഈസ് ഹാപ്ലോഡിപ്ലോയിഡ് ആണ്. ഹാപ്ലോഡിപ്ലോയിഡ് സെക്സ് ഡിറ്റർമിനേഷൻ ആണ്. ദാറ്റ് മീൻസ് ഇൻ ഹണിബി ഫീമെയിൽ ഡിപ്ലോയിഡ് ആണ്. You know that, നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, വിത്ത് 32 ക്രോമസോംസ് ആണ്. ഡിപ്ലോയിഡ് 32 ക്രോമസോം ആണ്. വെറസ് മെയിൽ ഹാപ്ലോയിഡ് ആണ്, വിച്ച് കണ്ടെയ്ൻ ഓൺലി 16 ക്രോമസോംസ് ആണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് വെച്ചാൽ ഇറ്റ്സ് വെരി സിമ്പിൾ. ഇൻ ഹണിബി ഫീമെയിൽ ഫോംഡ് ബൈ ഫെർട്ടിലൈസേഷൻ. ഫീമെയിൽ ഫോം ചെയ്യുന്നത് ഫെർട്ടിലൈസേഷൻ വഴിയും
and males are formed without fertilization എന്ന് വെച്ചാൽ ഏത് പ്രോസസ്സാണ്? which process? that is which process? come on, that is parthenogenesis. മക്കളെ ഫോളോ ചെയ്യുന്നുണ്ടല്ലോ. അപ്പം ഫീമെയിൽ ഫോളോ ചെയ്യുന്നത് ഫെർട്ടിലൈസേഷൻ വഴി, മെയിൽ പാർത്തനോജെനിസിസ് മീൻസ് അൺഫെർട്ടിലൈസ്ഡ് എഗ്ഗിൽ നിന്ന് ഡയറക്റ്റ് ഫോം ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ആ സെക്സ് ഡിറ്റർമിനേഷൻ്റെ പാറ്റേണിലേക്ക് നോക്കുമ്പം നമുക്ക് മനസ്സിലാക്കാം, ഇവിടെ ഫീമെയിൽ ഇനി ഞാൻ ഫീമെയിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കണം, ഹണി ബീയിൽ 2 ടൈപ്പ് ഫീമെയിൽസ് ഉണ്ട്, ക്യൂനും ഉണ്ട്, വർക്കേഴ്സും ഉണ്ട്. അതിൽ നമ്മൾ ഫീമെയിലായിട്ട് കൺസിഡർ ചെയ്യുന്നത് ആരെയാണ്? ക്വീൻ എന്ന് വെച്ചാൽ ക്യൂൻ ഈസ് ദ ഓൺലി ഫെർട്ടൈൽ ഫീമെയിൽ. പ്രത്യുൽപാദന ശേഷിയുള്ളത് ഫീമെയിൽ ക്യൂനിന് മാത്രമാണ്. ഓക്കെ ഹാദി, പാർത്തനോജെനസിസ് എന്ന് ഹാദി കമൻറ്റ് ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്, കറക്റ്റാണ്. അപ്പോൾ ഫീമെയിൽ എന്ന് നമ്മളിനി ഉദ്ദേശിക്കുന്നത് ക്യൂനാണ്. വർക്കേഴ്സ് സ്റ്റെറൈലായിരിക്കും. അപ്പോൾ ഫീമെയിൽ ഡിപ്ലോയിഡ് ആണ് വിത്ത് 32 ക്രോമസോം. എന്നാൽ മെയിൽ ഡ്രോൺസ് എന്ന് വിളിക്കും. മെയിൽ ഹാപ്ലോയിഡ് ആണ് 16 ക്രോമസോം. ഇവിടെയാണ് ഇമ്പോർട്ടൻസ്. ഫീമെയിൽ പ്രൊഡ്യൂസ് എഗ്സ് ബൈ മിയോസിസ്. ഫീമെയിൽ മിയോസിസ് വഴി എഗ്സ് പ്രൊഡ്യൂസ് ചെയ്യും. 16 ക്രോമസോമുള്ള ഹാപ്ലോയിഡ് ആയിട്ടുള്ള എഗ് പ്രൊഡ്യൂസ് ചെയ്യും. ബട്ട് യു നോ, മെയിൽ ബോഡി എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, മെയിൽ ബോഡി ഹാപ്ലോയിഡ് ആണ്. അതുകൊണ്ട് മെയിൽ ബോഡിയിൽ എന്തിനുള്ള സാധ്യതയില്ല? മിയോസിസിനുള്ള സാധ്യതയില്ല. സോ മെയിൽ പ്രൊഡ്യൂസ് സ്പേം ബൈ മൈറ്റോസിസ്. മെയിൽ സ്പേം മൈറ്റോസിസ് വഴിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മെയിൽ പ്രൊഡ്യൂസ് സ്പേം ബൈ മൈറ്റോസിസ്. അപ്പോൾ നോക്കൂ, മെയിൽ പ്രൊഡ്യൂസ് സ്പേം ബൈ മൈറ്റോസിസ്. മൈറ്റോസിസ് വഴിയാണ് മെയിൽ സ്പേം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം ഒരൊറ്റ ടൈപ്പ് ആയിരിക്കും മെയിൽ സ്പേം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 16 ക്രോമസോം ഉള്ള ഹാപ്ലോയിഡായ സ്പേംസ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പം എന്ത് സംഭവിക്കും? ഈ എഗ്ഗ് സ്പേമുമായി ഫെർട്ടിലൈസ് ചെയ്താൽ, ഇഫ് ദിസ് എഗ് ഫെർട്ടിലൈസ് വിത്ത് സ്പേം, എഗ്ഗും സ്പേമും ഫെർട്ടിലൈസ് ചെയ്താൽ 16 32 ഡിപ്ലോയിഡ് ആയ ഫീമെയിൽ ഫോം ചെയ്യും. അറ്റ് ദ സെയിം ടൈം ദിസ് എഗ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ ഇല്ലാതെ പാർത്തനോജെനസിസ് നടന്നാൽ ഇറ്റ് പ്രൊഡ്യൂസ് 16 ക്രോമസോം ഉള്ള ഹാപ്ലോയിഡ് ആയിട്ടുള്ള മെയിൽ ആയി മാറും. യു ഗോട്ട് ഇറ്റ്. ഇത്രയേ ഉള്ളൂ ഇവിടെ സെക്സ് ഡിറ്റർമിനേഷൻ മനസ്സിലാക്കാൻ. അപ്പോൾ നിങ്ങളോട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഹണി ബീയിൽ നമുക്കതൊന്നുകൂടി നോക്കാം. ഫീമെയിൽ മെയിൽ ആകുന്നത് എങ്ങനെ? പാർത്തനോജെനിസിസ് വഴിയാകും. എന്നാൽ സെക്സ് ഡിറ്റർമിനേഷനിൽ ഫെർട്ടിലൈസേഷൻ നടന്നാൽ 32 ക്രോമസോം ഡിപ്ലോയിഡ് ഒക്കെ ആവും. അപ്പോൾ ഹണി ബീയിൽ മെയിൽസിന് ആരില്ല? ഫാദർ ഇല്ല. കണക്ഷൻ നോക്കുമ്പം ഇൻ ഹണി ബി ഡ്രോൺ ഹാപ്ലോയിഡ് ആണ്. ദേ ഹാവ് നോ ഫാദർ നോ സൺ. ഫാദർ ഉണ്ടാവില്ല, സൺ ഉണ്ടാവില്ല. ബട്ട് ആരെല്ലാം ഉണ്ടാവും? ദേ ഹാവ് എ മദർ ഉണ്ടാകും. മദറിന് ഫാദർ ഉണ്ട് അല്ലേ? അപ്പോൾ ഗ്രാൻഡ് ഫാദർ ഉണ്ട്. ദെൻ ഡോട്ടർ ഉണ്ടാകും. അതേപോലെ ഗ്രാൻഡ് സണ്ണും ഉണ്ടാകും. ഇത്രയുമാണ് നിങ്ങൾ സെക്സ് ഡിറ്റർമിനേഷനിൽ ജസ്റ്റ് ഓർത്ത് വെക്കേണ്ടത്. അണ്ടർസ്റ്റുഡ്? ക്ലിയർ? അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഹണി ബീയുടെ സെക്സ് ഡിറ്റർമിനേഷൻ പറയാനുള്ളത്. യു ഗോട്ട് ഇറ്റ്? അപ്പോൾ നമ്മൾ സെക്സ് ഡിറ്റർമിനേഷൻ ഫിനിഷ് ചെയ്ത് നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോകുന്നു. ഇത് വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട്, ദാറ്റ് ഈസ് മ്യൂട്ടേഷൻ. വളരെ ശ്രദ്ധിച്ച് പഠിക്കേണ്ട ഒരു ഭാഗമാണ് മ്യൂട്ടേഷൻ. ആക്ച്വലി നിങ്ങളുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ മ്യൂട്ടേഷൻ പല പേജസിലായിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് കിടക്കുക. മ്യൂട്ടേഷൻ എന്ന ആ ഒരു ഹെഡിങ്ങിന് താഴെ വളരെ ബ്രീഫായ കൺസെപ്റ്റേ ഉള്ളൂ. പക്ഷെ നമുക്കിതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ എന്താണ് മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ ഡിഫൈൻ ചെയ്യും? മ്യൂട്ടേഷൻ്റെ ഡെഫിനിഷൻ നമുക്ക് ആദ്യം പഠിക്കാം. മ്യൂട്ടേഷൻ ആദ്യമായിട്ട് നമുക്ക് പറയാം, മ്യൂട്ടേഷൻ ഈസ് സഡൻ ഹെറിറ്റബിൾ ചേഞ്ച് occur in DNA sequences that result in changes in the genotype and phenotype of an organism. അപ്പോൾ മ്യൂട്ടേഷനെ നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. മ്യൂട്ടേഷൻ ഈസ് സഡൻ ഹെറിറ്റബിൾ ചേഞ്ചസ് ഡ്യൂ ടു ചേഞ്ചസ് ഇൻ ജീൻ. ഈ ജീൻ എന്ന് വിളിക്കുന്നതിനെയാണ് നമ്മൾ DNA സീക്വൻസസ് എന്ന് പറയുന്നത്. ആൻഡ് വി നോ ദാറ്റ് എവിടെയാ ജീൻ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ക്രോമസോമൽ തിയറി പഠിച്ചത് ജീൻസ് വർ ലൊക്കേറ്റഡ് ഇൻ ക്രോമസോം. അപ്പോൾ നമുക്ക് പറയാം മ്യൂട്ടേഷൻസ് ആർ സഡൻ ഹെറിറ്റബിൾ ചേഞ്ചസ് ഡ്യൂ ടു ചേഞ്ചസ് ഇൻ ജീൻ ഓർ ക്രോമസോം. ജീനിലോ ക്രോമസോമിലോ വരുന്ന മാറ്റങ്ങൾ കൊണ്ട് സംഭവിക്കുന്ന സഡൻ ഹെറിറ്റബിൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കണം? ടു ദ വെരി നെക്സ്റ്റ് ജനറേഷൻ, തൊട്ടടുത്ത ജനറേഷനിലേക്ക് ഇൻഹെറിറ്റ് ചെയ്യുന്ന ചേഞ്ചസിനെ ആണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മ്യൂട്ടേഷൻ എന്ന് വിളിക്കുന്നത്.
അപ്പോൾ നമുക്ക് മ്യൂട്ടേഷനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസിലേക്ക് പോകുമ്പോൾ ആരാണ് മ്യൂട്ടേഷൻ ഡിസ്കവർ ചെയ്തത് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാം മ്യൂട്ടേഷൻ ഡിസ്കവേർഡ് ബൈ ആരാണ്? ഹ്യൂഗോ ഡ്യൂറിസ്. ഹ്യൂഗോ ഡ്യൂറിസ് ആണ് മ്യൂട്ടേഷൻ ആദ്യമായിട്ട് കണ്ടെത്തുന്നത്. ഹ്യൂഗോ ഡ്യൂറിസിന് ഓർമ്മയുണ്ട് മെൻഡേലിയൻ പ്രിൻസിപ്പിൾസിനെ റീഇൻവെൻറ്റ് ചെയ്ത. ഓക്കെ, വെരി ഗുഡ്. ഹാദി കമൻറ്റ് ചെയ്തിരിക്കുന്നു ഹ്യൂഗോ ഡ്യൂറിസ്, വെരി ഗുഡ് ഹാദി. ദെൻ ഹ്യൂഗോ ഡ്യൂറിസ് ആണ്. ഹ്യൂഗോ ഡ്യൂറിസിൻ്റെ എക്സ്പെരിമെൻ്റൽ സ്പെസിമെൻ ഏതാണെന്ന് ഓർമ്മയുണ്ടോ? ഹ്യൂഗോ ഡ്യൂറിസ് കണ്ടക്ട് എക്സ്പെരിമെൻറ്റ്സ് ഇൻ ഈവനിങ് പ്രൈം റോസ്. ഈവനിങ് പ്രൈം റോസിലാണ് എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. ഈവനിങ് പ്രൈം റോസ്, ഇറ്റ്സ് സയൻറ്റിഫിക് നെയിം ഈസ് ഈനോത്തീറ ലാമാർക്കിയാന. ഈനോത്തീറ ലാമാർക്കിയാന. ഈനോത്തീറ ലാമാർക്കിയാന. Hugo de Vries conduct experiments in evening prime rose Enothera lamarckiana. Very good. Enothera lamarckiana. ഈ മ്യൂട്ടേഷന് കാരണം എന്താണ്? There are some agents which cause mutation. Some mutation causing agents are there. ആ മ്യൂട്ടേഷൻ കോസിങ് ഏജൻസിനെ നമ്മൾ എന്ത് വിളിക്കും? മ്യൂട്ടേജൻസ് എന്ന് വിളിക്കാം. മ്യൂട്ടേജൻസ്. ഈ മ്യൂട്ടേജൻസ് ഫിസിക്കൽ മ്യൂട്ടേജൻസ് ഉണ്ട്, ഫിസിക്കൽ മ്യൂട്ടേജൻസ് ഉണ്ട്. ഫിസിക്കൽ മ്യൂട്ടേജൻസ് എന്ന് പറയുമ്പം എക്സ്റേ ഫിസിക്കൽ മ്യൂട്ടേജൻ ആണ്, ഗാമ റേസ് ഫിസിക്കൽ മ്യൂട്ടേജൻസ് ആണ്. അപ്പോൾ അയണൈസിങ് നോൺ അയണൈസിങ് റേഡിയേഷനുകളെല്ലാം ഫിസിക്കൽ മ്യൂട്ടേജൻസ് വരും. ദെൻ കെമിക്കൽ മ്യൂട്ടേഷൻസ് എന്ന് പറയുമ്പം മസ്റ്റാർഡ് ഗ്യാസ്, അതുപോലെ തന്നെ കോൾച്ചസീൻ, ഈ പോളിപ്ലോയിഡ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഇൻഡ്യൂസ്ഡ് മ്യൂട്ടേഷൻ യൂസ് ചെയ്യുന്ന കോൾച്ചസീൻ ഒരു ആൽക്കലോയിഡ് ആണ്. അതുപോലെ തന്നെ സയനൈഡുകൾ. ജസ്റ്റ് ഒന്നോ രണ്ടോ എക്സാമ്പിൾസ് ഒന്ന് ഓർത്ത് വെക്കുക. ഇനി നമുക്ക് മ്യൂട്ടേഷൻ. അപ്പോൾ മ്യൂട്ടേഷൻ എന്താണെന്ന് പറഞ്ഞു? മ്യൂട്ടേഷൻ ഈസ് സഡൻ ഹെറിറ്റബിൾ ചേഞ്ചസ് ഡ്യൂ ടു ചേഞ്ചസ് ഇൻ ജീൻ ഓർ ക്രോമസോം. ഇനി നമുക്ക് മ്യൂട്ടേഷനെ ജസ്റ്റ് ഒന്ന് ക്ലാസിഫൈ ചെയ്യാം. നമുക്ക് മ്യൂട്ടേഷനെ നമുക്കൊന്ന് ക്ലാസിഫൈ ചെയ്ത് നോക്കാം. ഓക്കെ, മ്യൂട്ടേഷൻ നമുക്കൊന്ന് ജസ്റ്റ് ക്ലാസിഫൈ ചെയ്യാം. മ്യൂട്ടേഷൻ നമ്മൾ ക്ലാസിഫൈ ചെയ്യുമ്പോൾ ഇത് ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിട്ടില്ല. ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് പോളിപ്ലോയിഡി, അന്യൂപ്ലോയിഡി എന്നെല്ലാം കാണാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ക്ലാസിഫൈ ചെയ്യുമ്പം ഇങ്ങനെ തന്നെ പഠിക്കുക. മ്യൂട്ടേഷൻ ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് ടു. നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ദേ ആർ ജീൻ മ്യൂട്ടേഷൻ ആൻഡ് ക്രോമസോമൽ മ്യൂട്ടേഷൻ. ആദ്യം നമുക്ക് ജീൻ മ്യൂട്ടേഷനിലേക്ക് കിടക്കാം. വാട്ട് ഈസ് ജീൻ മ്യൂട്ടേഷൻ? എന്താണ് ജീൻ മ്യൂട്ടേഷൻ? ജീൻ മ്യൂട്ടേഷൻ എന്ന് വെച്ചാൽ നമുക്കറിയാം ജീൻ മ്യൂട്ടേഷൻ ഈസ് മ്യൂട്ടേഷൻ ഡ്യൂ ടു ചേഞ്ചസ് ഇൻ ജീൻ. ഓർ ജീൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ജനറ്റിക് മെറ്റീരിയൽ DNA ആണ്. ജീൻ ഓർ DNA സീക്വൻസ്. അപ്പോൾ ജീനിലോ DNA സീക്വൻസിലോ വരുന്ന ചേഞ്ചസിനെ നമുക്ക് എന്ത് വിളിക്കാം? ജീൻ മ്യൂട്ടേഷൻ. വെരി ഗുഡ് നിഹാൽ. ചേഞ്ചസ് ഇൻ ജീൻ ഈസ് ജീൻ മ്യൂട്ടേഷൻ. എന്നാൽ ക്രോമസോമൽ മ്യൂട്ടേഷൻ എന്ന് വെച്ചാലോ? അപ്പോൾ ക്രോമസോമൽ മ്യൂട്ടേഷൻ എന്ന് വെച്ചാൽ നമുക്ക് പറയാം ക്രോമസോമൽ മ്യൂട്ടേഷൻ എന്ന് പറയുമ്പം മ്യൂട്ടേഷൻ ഡ്യൂ ടു ചേഞ്ചസ് ഇൻ, പറയാൻ പറ്റുമോ? ചേഞ്ചസ് ഇൻ, കമൻറ്റ് ചെയ്തോളൂ. ചേഞ്ചസ് ഇൻ നമ്പർ ഓഫ് ക്രോമസോം ഓർ, ഞാൻ NO.ക്ക് നമ്പർ എന്നാണ് കേട്ടോ, നമ്പർ ഓഫ് ക്രോമസോം ഓർ സ്ട്രക്ചർ ഓഫ് ക്രോമസോം. അപ്പോൾ ക്രോമസോമിൻ്റെ നമ്പറിലോ ക്രോമസോമിൻ്റെ സ്ട്രക്ചറിലോ വരുന്നത്. വെരി ഗുഡ്. അപ്പോൾ ക്രോമസോമിൻ്റെ നമ്പർ, ക്രോമസോമിൻ്റെ സ്ട്രക്ചർ. വെരി ഗുഡ്. പിള്ളേരൊക്കെ കമൻറ്റ് ചെയ്യുന്നു. നൈസ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പം ആദ്യം നമ്മൾ ജീൻ മ്യൂട്ടേഷനിലേക്ക് പോകും. ജീൻ മ്യൂട്ടേഷനിൽ ചേഞ്ചസ് ഇൻ ജീൻ ഓർ DNA സീക്വൻസ് എന്ന് പറഞ്ഞു. അതിൽ നമ്മൾ ആദ്യം ഓർക്കേണ്ട ഫസ്റ്റ് വൺ, ദ വെരി ഇമ്പോർട്ടൻറ്റ് വൺ ഈസ് പോയിന്റ് മ്യൂട്ടേഷൻ. നമുക്ക് പോയിന്റ് മ്യൂട്ടേഷൻ്റെ എക്സാമ്പിളൊക്കെ പഠിക്കാനുണ്ട്. നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേ, പോയിന്റ് മ്യൂട്ടേഷൻ്റെ എക്സാമ്പിൾ ഏതാ പഠിക്കാനുള്ളത്? ഒരു എക്സാമ്പിൾ പഠിക്കാനുള്ളല്ലോ പോയിന്റ് മ്യൂട്ടേഷൻ ജനറ്റിക് ഡിസോർഡറിൽ. ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്തേ. ഓക്കെ, സിക്കിൾ സെൽ അനീമിയ. നൈസ്. ഓക്കെ, അപ്പോൾ നോക്കൂ, പോയിന്റ് മ്യൂട്ടേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം എന്താ പോയിന്റ് മ്യൂട്ടേഷൻ. മ്യൂട്ടേഷൻ ഡ്യൂ ടു ചേഞ്ചസ് ഇൻ എ സിംഗിൾ ബേസ് പെയർ. ചേഞ്ചസ് ഇൻ എ സിംഗിൾ ബേസ് പെയർ. ഒരൊറ്റ സിംഗിൾ ബേസ് പെയറിൽ വരുന്ന ചേഞ്ച്, ഒറ്റ ബേസിൽ വരുന്ന ചേഞ്ചസ് ഇൻ എ സിംഗിൾ ബേസ് പെയർ. ഫോർ എക്സാമ്പിൾ, നമ്മൾ സിക്കിൾ സെൽ അനീമിയയിൽ പഠിക്കുന്നു the codon sequence GAG mutated to GUG അല്ലേ?
എ എന്ന അഡിനിനെ മ്യൂട്ടേറ്റ് ചെയ്ത് യു ആയി മാറിയിരിക്കും. അണ്ടർസ്റ്റാൻഡ്? അപ്പോൾ ചേഞ്ചസ് ഇൻ എ സിംഗിൾ. അപ്പോൾ പോയിന്റ് മ്യൂട്ടേഷൻ എന്ന് വെക്കുമ്പം ചേഞ്ചസ് ഇൻ എ സിംഗിൾ ബേസ് പെയർ ആയിരിക്കാം. ഈ സിംഗിൾ ബേസ് പെയറിൽ എങ്ങനെയെല്ലാം മാറ്റങ്ങൾ വരാം? ഇതിപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് എന്താ? സബ്സ്റ്റിറ്റ്യൂഷനാണ്. ആ ചേഞ്ചസ് ഇൻ എ സിംഗിൾ ബേസ് പെയർ അത് എങ്ങനെയെല്ലാം ആകാം? ഇറ്റ് മേ ബി ഡ്യൂ ടു ഡെലീഷൻ ആവാം, ഒരു ബേസ് പെയർ ഡിലീറ്റ് ചെയ്യാം. ഓർ ഇൻസേർഷൻ ആവാം, ഇൻസേർട്ട് ചെയ്യാം, ഒരു ബേസ് ഇൻസേർട്ട് ചെയ്യാം. ഓർ ഇവൻ സബ്സ്റ്റിറ്റ്യൂഷൻ ആവാം. അപ്പോൾ ഇത് ഡെലീഷൻ ആവാം, ഇൻസേർഷൻ ആവാം, സബ്സ്റ്റിറ്റ്യൂഷൻ ആവാം. വെരി ഗുഡ്. പിള്ളേരത് കമൻറ്റ് ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. ആരാണ്? ഹസ. ഓക്കെ, നൈസ്. അപ്പം പോയിന്റ് മ്യൂട്ടേഷൻ എന്ന് വെച്ചാൽ ചേഞ്ചസ് ഇൻ എ സിംഗിൾ ബേസ് പെയർ ഡ്യൂ ടു ഡെലീഷൻ, ഇൻസേർഷൻ, സബ്സ്റ്റിറ്റ്യൂഷൻ. ഈ സബ്സ്റ്റിറ്റ്യൂഷൻ പറയുമ്പം അതിനെ നമുക്ക് വീണ്ടും രണ്ടായിട്ടൊന്ന് പറയാൻ കിട്ടും. അത് ട്രാൻസിഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ ആവാം, ഓർ ട്രാൻസ്വേർഷൻ ആവാം. ആർക്കെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ പറ്റുമോ? ഇതിൽ സിക്കിൾ സെൽ അനീമിയ ഇതിൽ ഏതിലാണ് വരിക? അത് ഇത് ട്രാൻസിഷൻ ആണോ ട്രാൻസ്വേർഷൻ ആണോ? എനിബഡി? അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ട്രാൻസിഷൻ ഓർ ട്രാൻസ്വേർഷൻ പറയുമ്പം ഈ സിക്കിൾ സെൽ അനീമിയ ട്രാൻസ്വേർഷനാണ്. എന്താണ് അപ്പോൾ ഈ ട്രാൻസ്വേർഷൻ? I mean substitution of purine by pyrimidine and pyrimidine by purine. നിങ്ങൾ നോക്കൂ, അഡിനിൻ എന്ന പ്യൂരിനെ യുറാസിൽ എന്ന പിരമിഡിൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇതിന് കാരണം അവിടെ ഡി എൻ എ സീക്വൻസ് CTC ചേഞ്ചസ് ടു CAC ആയി മാറുന്നതാണ്. ഇതാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് പറയാം ഇവിടെ ട്രാൻസ്വേർഷൻ ആണ്, പ്യൂരിൻ ബൈ പിരമിഡിൻ, പിരമിഡിൻ ബൈ പ്യൂരിൻ. അതാണ് ട്രാൻസ്വേർഷൻ. അപ്പോൾ ട്രാൻസിഷൻ എന്തായിരിക്കും? ജസ്റ്റ് ഓപ്പോസിറ്റ്. പ്യൂരിനെ ആര് മാറ്റുന്നു? പ്യൂരിൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. പിരമിഡിൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അണ്ടർസ്റ്റാൻഡ്? വെരി ഗുഡ്, വെരി ഗുഡ്. ഹസ വീണ്ടും അത് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പോയിന്റ് മ്യൂട്ടേഷൻ. ആദ്യം മനസ്സിലാക്കുക. ഓക്കെ, ചേഞ്ചസ് ഇൻ എ സിംഗിൾ ബേസ് പെയർ ആണ് പോയിന്റ് മ്യൂട്ടേഷൻ. ഇനി ഇവിടെ ഓർക്കേണ്ട ഒന്നുകൂടിയുണ്ട്. ജീൻ മ്യൂട്ടേഷൻ പറയുമ്പം ഓർത്ത് വെക്കേണ്ട ഒന്നുകൂടിയാണ് ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ. ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ അല്ലെങ്കിൽ ഇൻസേർഷൻ ഡെലീഷൻ മ്യൂട്ടേഷൻ. ആക്ച്വലി അത് നെക്സ്റ്റ് ടോപ്പിക്കിലാണ് വരുന്നത്. മൊളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന ചാപ്റ്ററിൽ ആണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ പഠിക്കുന്നത്. എങ്കിലും നിങ്ങൾക്ക് ആ മൊളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസിൽ ഓർക്കുന്നുണ്ടെങ്കിൽ പറയാം. ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ എന്ന് പറയുമ്പോൾ അതെന്തായിരിക്കും? അത് ഡെലീഷൻ ഓർ ഇൻസേർഷൻ എന്ന് വെച്ചാൽ ഇൻസേർഷൻ ഓർ ഡെലീഷൻ ഓഫ് 1 or 2 ബേസസ്. അത് mRNAയിലെ ആ കോഡോൺ സീക്വൻസ് റീഡിംഗ് ഫ്രെയിം ആൾട്ടർ ചെയ്യും. അപ്പോൾ ഡെലീഷൻ ഓർ ഇൻസേർഷൻ ഓഫ് 1 or 2 bases will change the reading frame from the point of mutation. അതിനെയാണ് ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ. അത് നിങ്ങൾ മോളിക്കുലാർ ബേസിസിൽ നമുക്കൊന്നുകൂടി ഡിസ്കസ് ചെയ്യാം. അണ്ടർസ്റ്റാൻഡ്? അപ്പോൾ നമുക്ക് ഏതിപ്പം ഫിനിഷ് ചെയ്തിരിക്കുന്നു? ജീൻ മ്യൂട്ടേഷൻ ഈസ് ഫിനിഷ്ഡ്. ആൻഡ് നമുക്കിനി ഏതിലേക്ക് പോകണം? ക്രോമസോമൽ മ്യൂട്ടേഷനിലേക്ക് പോകണം. അപ്പോൾ ക്രോമസോമൽ മ്യൂട്ടേഷനിലേക്ക് പോകുമ്പം ഇതാ സിംഗിൾ ബേസ് സബ്സ്റ്റിറ്റ്യൂഷൻ കാണിക്കുന്നു ഉണ്ട്. സിക്കിൾ സെൽ അനീമിയയിൽ സിംഗിൾ ബേസ് സബ്സ്റ്റിറ്റ്യൂഷൻ അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ നമ്മൾക്ക് ഡീറ്റെയിൽ ആയിട്ട് എവിടെ പഠിക്കും? നമ്മൾ മോളിക്കുലാർ ബേസിസിൽ. ടൈപ്സ് ഓഫ് മ്യൂട്ടേജൻസ് ഇതാ ഒരു ഫ്രെയിം ഇവിടെ നിങ്ങൾക്ക് കാണാം. ടൈപ്സ് ഓഫ് മ്യൂട്ടേജൻസ്: ഫിസിക്കൽ മ്യൂട്ടേജൻസ് ഉണ്ട്, കെമിക്കൽ മ്യൂട്ടേജൻസ് ഉണ്ട്, ഫിസിക്കൽ UV റേഡിയേഷൻ, ആൽഫ ബീറ്റ ഗാമ റേസ്, എക്സി റേഡിയേഷൻ, മസ്റ്റാർഡ് ഗ്യാസ്, ഫീനോൾ, ഫോർമാലിൻ, അസറ്റിക് ആസിഡ്, ഫോമിക് ആസിഡ്, ഇതെല്ലാം കെമിക്കൽ മ്യൂട്ടേജൻസ് ആണ്. അണ്ടർസ്റ്റാൻഡ്? ഇനി നമുക്ക് ക്രോമസോമൽ മ്യൂട്ടേഷനിലേക്ക് പോകുമ്പോൾ, ഈ ക്രോമസോമൽ മ്യൂട്ടേഷനിലേക്ക് പോകുമ്പം നമുക്ക് പഠിക്കാനുള്ള 2 കാര്യങ്ങൾ. Chromosomal mutation. Listen. Chromosomal mutation. Chromosomal mutation നമ്മൾ പറഞ്ഞു mutation due to changes in number or changes in structure. അപ്പോൾ ചേഞ്ചസ് ഇൻ നമ്പർ, ന്യൂമറിക്കൽ ചേഞ്ചസ് ആവും. അപ്പോൾ ക്രോമസോമൽ മ്യൂട്ടേഷനിൽ നമ്മൾ ഫസ്റ്റ് ടൈപ്പിലേക്ക് വരുന്നു. ഒരു കമൻറ്റ് ചോദിച്ചിരിക്കുന്നു, ഇൻഫെക്ഷൻ കാരണം മ്യൂട്ടേഷൻ വരുമോ? ഏത് ഇൻഫെക്ഷൻ ആണ് എന്ന് പറയുന്നില്ല. ഇൻഫെക്ഷൻ കാരണം ഈ ഓങ്കോജനിക് ട്രാൻസ്ഫർമേഷൻസ് കാരണമാകുന്ന ചില ഓങ്കോ വൈറസുകളുണ്ട്.
ഈ ഓങ്കോ വൈറസുകൾ ഒക്കെ ഇൻഫെക്റ്റ് ചെയ്യുമ്പം ചിലപ്പം മ്യൂട്ടേഷൻസ് സംഭവിക്കാം. അതല്ലാതെ സാധാരണ വരുന്ന മ്യൂട്ടേഷൻസ് ജനറ്റിക് റീകോമ്പിനേഷന് കാരണമാകാറില്ല, അല്ലെങ്കിൽ ജീൻ മാനിപ്പുലേഷന് കാരണമാകാറില്ല. ഓക്കെ, അങ്ങനെ ചോദ്യമുണ്ട്, ഇൻഫെക്ഷൻ കാരണം മ്യൂട്ടേഷൻ വരുമോ എന്ന്. അത് എല്ലാ കേസിലും പോസിബിൾ അല്ല. ഓക്കെ, ചില ഓങ്കോജനിക് വൈറസസ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതാണ് കാരണം, ബയോളജിക്കൽ ഏജൻസ് എന്ന് പറയുമ്പോൾ. ഓക്കെ, ദെൻ അപ്പം ക്രോമസോമൽ മ്യൂട്ടേഷനിൽ ഫസ്റ്റ് പോയിന്റിലേക്ക് വരുന്നു. ക്രോമസോമൽ മ്യൂട്ടേഷനിൽ ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കണം ന്യൂമറിക്കൽ ചേഞ്ചസ്. ന്യൂമറിക്കൽ ചേഞ്ചസ് ഇൻ ക്രോമസോം. ഈ ന്യൂമറിക്കൽ ചേഞ്ചസ് ഇൻ ക്രോമസോം എന്ന് പറയുമ്പം നമ്പറിൽ വരുന്ന ചേഞ്ചസ് ആണ്. ഈ നമ്പറിൽ വരുന്ന ചേഞ്ചസിൽ നമുക്ക് ആദ്യം പഠിക്കാനുള്ള ഒന്നാണ് പോളിപ്ലോയിഡി. പോളിപ്ലോയിഡി പഠിക്കാൻ. എന്താണ് ഈ പോളിപ്ലോയിഡി? ഈ പോളിപ്ലോയിഡി എന്ന് പറയുമ്പം നിങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് മനസ്സിലാക്കിയാൽ മതി. മൾട്ടിപ്പിൾസ് ഓഫ് പോളിപ്ലോയിഡി ഈസ് മൾട്ടിപ്പിൾസ് ഓഫ് മോണോപ്ലോയിഡ്. ഈ മോണോപ്ലോയിഡ് എന്താ? നമ്മൾ ഹാപ്ലോയിഡ് എന്ന് പറഞ്ഞ് ശീലിച്ച എൻ. ഡിപ്ലോയിഡിൻ്റെ 2n പകുതി n ആയതുകൊണ്ടാണ് നമ്മൾ ഹാപ്ലോയിഡ് എന്ന് പറയുന്നത്. പക്ഷേ ആക്ച്വലി n എന്താണ്? മോണോപ്ലോയിഡ്. അപ്പോൾ മൾട്ടിപ്പിൾസ് ഓഫ് മോണോപ്ലോയിഡ് നമ്പർ ആണ് നമ്പർ ദാൻ 2n. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കറിയാം എന്നും എന്ന് വെച്ചാൽ നമ്മൾ ഹാപ്ലോയിഡ് അല്ലെങ്കിൽ മോണോപ്ലോയിഡ്, 2n എവിടെ കാണാം? നമുക്ക് പ്ലാന്റ്സിലും ആനിമൽസിലും എല്ലാം കാണാം. എന്നാൽ ഇൻ പ്ലാന്റ്സ് എവിടെ കാണാറില്ല? നോട്ട് ഇൻ ആനിമൽസ്. പ്ലാന്റ്സിൽ നമുക്ക് എന്ത് കാണാം? മൾട്ടിപ്പിൾസ് ഓഫ് മോണോപ്ലോയിഡ് നമ്പർ ദാൻ 2n. 2n കൂടുതലായിട്ട് കാണാം. ഫോർ എക്സാമ്പിൾ 3n. അപ്പോൾ 3n ആകുമ്പോൾ നമ്മൾ എങ്ങനെ പറയും? ട്രിപ്ലോയിഡ്. 4n, കമോൺ, ടെട്രാപ്ലോയിഡ്. ഇതെല്ലാം 6n, ഹെക്സാപ്ലോയിഡ്. ഇതെല്ലാം 2n കൂടുതലാണ്. അപ്പോൾ അതാ ഒരാൾ കമൻറ്റ് ചെയ്തിരിക്കുന്നു, വെരി ഗുഡ് നിഹാൽ കമൻറ്റ് ചെയ്തിരിക്കുന്നു, ഞാൻ മൾട്ടിപ്പിൾസ് ഓഫ് മോണോപ്ലോയിഡ് നമ്പർ എന്നാണ് എഴുതിയത്. ബട്ട് NCERT ബുക്കിൽ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? നിഹാൽ എഴുതിയിട്ടുണ്ട് ഇൻക്രീസ് ഇൻ ഹോൾ സെറ്റ് ഓഫ് ക്രോമസോം. ഹോൾ നമ്പർ എന്ന് പറയുന്നതിനേക്കാൾ ഹോൾ സെറ്റ്, ബേസിക് സെറ്റ് n ആണ് മോനെ. ഓക്കെ, അപ്പോൾ നമുക്ക് വേറെ രീതിയിൽ പറയാം, ഇൻക്രീസ് ഇൻ ഹോൾ സെറ്റ്. ഇൻക്രീസ് ഇൻ ഹോൾ സെറ്റ് ഓഫ് ക്രോമസോം. അതും ദാൻ 2n കൂടിയാൽ. അപ്പോൾ ഇത് കാണുന്നത് ഞാൻ പറഞ്ഞു പ്ലാന്റ്സിലാണ് പോളിപ്ലോയിഡ് സാധാരണ കാണാറ്. എവിടെ കാണാറില്ല? ആനിമൽസിൽ കാണാറില്ല. അപ്പോൾ എന്താണ് പോളിപ്ലോയിഡിയുടെ റീസൺ? സജസ്റ്റഡ് ആയിട്ടുള്ള റീസൺ എന്താണ്? പോളിപ്ലോയിഡിക്ക് പറയുന്ന റീസൺ എന്താ? എനിബഡി ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്ത് വാട്ട് ഈസ് ദ മെയിൻ റീസൺ ഫോർ പോളിപ്ലോയിഡി? കമോൺ, പോളിപ്ലോയിഡിയുടെ മെയിൻ റീസൺ എന്ന് പറഞ്ഞു. പോളിപ്ലോയിഡിയുടെ റീസൺ ആണ്, പോളിപ്ലോയിഡിയുടെ റീസൺ ഈസ്, ഞാനൊന്ന് തുടങ്ങിത്തരാം. ഫെയിലിയർ ഓഫ് വെരി ഗുഡ്. ഫെയിലിയർ ഓഫ് വെരി ഗുഡ്. ആരാണ്? നിഹാൽ കമന്റ് ചെയ്തിരിക്കുന്നത്, വെരി ഗുഡ് മോനെ. ഫെയിലിയർ ഓഫ് സൈറ്റോകൈനസിസ്. ഫെയിലിയർ ഓഫ് സൈറ്റോകൈനസിസ് ആഫ്റ്റർ ഫെയിലിയർ ഓഫ് സൈറ്റോകൈനസിസ് ആഫ്റ്റർ ടീലോഫേസ്. വെരി ഗുഡ്. അത് ടീലോഫേസ് എന്ന് പറയാം, അല്ലെങ്കിൽ കാരിയോകൈനസിസ് എന്ന് പറയാം. ഇപ്പോൾ ഗമീറ്റ് ഫോർമേഷൻ്റെ ഒക്കെ സമയത്ത് എസ്പെഷ്യലി കാരിയോകൈനസിസ് നടക്കുകയും ടീലോഫേസ് വരെ നടക്കുകയും എന്നിട്ട് അതിനുശേഷം സൈറ്റോകൈനസിസ് നടക്കാതിരിക്കുകയും ചെയ്താൽ ഫെയിലിയർ ഓഫ് സൈറ്റോകൈനസിസ് ആഫ്റ്റർ ടീലോഫേസ് വരാം. ഒരു റീസൺ ഇതാ. വേറൊരു റീസൺ പറയാൻ പറ്റുമോ? ഒരു റീസൺ ഞാനിപ്പോൾ എങ്ങനെ പറഞ്ഞു? ഫെയിലിയർ ഓഫ് സൈറ്റോകൈനസിസ് ആഫ്റ്റർ ടീലോഫേസ്. അനദർ റീസൺ, വൺ മോർ റീസൺ, അനദർ റീസൺ. എനിബഡി? അനദർ റീസൺ ദാ കേട്ടോളൂ. ഫെയിലിയർ ഓഫ് കാരിയോകൈനസിസ്. ഫെയിലിയർ ഓഫ് കാരിയോകൈനസിസ് നടക്കാതിരുന്നാൽ മതി. ഫെയിലിയർ ഓഫ് കാരിയോകൈനസിസ് ആഫ്റ്റർ പറയാൻ പറ്റുമോ? ഫെയിലിയർ ഓഫ് കാരിയോകൈനസിസ് ആഫ്റ്റർ, ഞാനൊന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് എഴുതാം, ആഫ്റ്റർ എസ് ഫേസ്. എസ് ഫേസ് എന്ന് അറിയാം നിങ്ങൾക്ക്? എന്താ എസ് ഫേസിന്റെ പ്രത്യേകത? എന്താ? നിങ്ങൾ സെൽ സൈക്കിൾ പഠിച്ചതാ +1 ടോപ്പിക്കിൽ. സെൽ സൈക്കിളിൽ ഇന്റർഫേസിൽ ജീവൻ കഴിഞ്ഞാൽ ഏതാണ്? എസ് ഫേസ് ആണ്. അപ്പോൾ എസ് ഫേസിൽ നിങ്ങൾ ആ സെൽ സൈക്കിൾ എന്ന +1 ചാപ്റ്ററിൻ്റെ സമ്മറി എടുത്ത് നോക്കണം. സമ്മറി പാർട്ട്, പേജ് നമ്പർ, നിങ്ങൾ പഴയ ബുക്കാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ പേജ് നമ്പർ 171 എടുത്ത് നോക്കണം. ആ സമ്മറിയിൽ എസ് ഫേസിൽ +1 ബുക്കാണ് പറയുന്നത്, അവിടെ പ്രത്യേകം എഴുതിയിട്ടുണ്ട് ഫെയിലിയർ. എസ് ഫേസിൽ എന്ത് സംഭവിക്കും?
DNA replication takes place. That cause chromosome duplication. Chromosome duplication അവിടെ നടക്കും. ക്രോമസോമിന്റെ നമ്പർ കൂടില്ല എന്ന് പറയും, കാരണം ഒരൊറ്റ ക്രൊമാറ്റിഡിൽ തന്നെയാണ്. അപ്പം എസ് ഫേസ് എന്ന് പറയുമ്പോൾ DNA റിപ്ലിക്കേഷന് ശേഷം അങ്ങനെയും പറയാം. അപ്പോൾ ഫെയിലിയർ ഓഫ് കാരിയോകൈനസിസ് ആഫ്റ്റർ DNA റിപ്ലിക്കേഷൻ. അപ്പോൾ പോളിപ്ലോയിഡിക്കുള്ള റീസൺ പറഞ്ഞോളൂ. ഈ രണ്ട് റീസണും പഠിക്കണം. പോളിപ്ലോയിഡിക്കുള്ള രണ്ട് റീസൺ ആണ് ഫെയിലിയർ ഓഫ് സൈറ്റോകൈനസിസ് ആഫ്റ്റർ ടീലോഫേസ് അല്ലെങ്കിൽ ഫെയിലിയർ ഓഫ് കാരിയോകൈനസിസ് ആഫ്റ്റർ എസ് ഫേസ്. മനസ്സിലായോ മക്കളെ? കമോൺ. അപ്പോൾ നമ്മൾ ന്യൂമറിക്കൽ ചേഞ്ചസ് ഇൻ ക്രോമസോമിൽ ഒന്നാണ് നമ്മൾ പറഞ്ഞത്. നമുക്കിനി അടുത്തതിലേക്ക് പോകാം. ന്യൂമറിക്കൽ ചേഞ്ചസ് ഇൻ ക്രോമസോമിൻ്റെ കണ്ടിന്യൂവേഷൻ തന്നെയാണ് രണ്ടാമതൊന്ന്. ആർക്കെങ്കിലും പറയാൻ പറ്റും? ദ സെക്കൻഡ് വൺ. ഒന്ന് നമ്മൾ പറഞ്ഞു പോളിപ്ലോയിഡിയാണ്. അത് യൂപ്ലോയിഡിയിൽ വരുന്നതാണ്. പോളിപ്ലോയിഡി എന്ന് പറഞ്ഞാൽ 3n 4n 6n. ഇത് പ്ലാന്റ്സിലാണ് കാണുന്നത്. പോളിപ്ലോയിഡി എവിടെ കാണാറില്ല? പോളിപ്ലോയിഡി നോട്ട് യൂഷ്വലി ഫൗണ്ട് ഇൻ ആനിമൽസിൽ യൂഷ്വലി അത് കാണാറില്ല. അപ്പോൾ ഇനി അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് സെക്കൻഡ് വൺ. ദ സെക്കൻഡ് വൺ, ദാറ്റ് ഈസ് the second one, aneuploid. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ട ഒന്നാണ് അനീപ്ലോയിഡ്. ആദ്യമേ മനസ്സിലാക്കുക, അനീപ്ലോയിഡ് ഇവിടെ കാണും. അനീപ്ലോയിഡ് ക്യാൻ ബി ഫൗണ്ട് ഇൻ ആനിമൽസ് ഇൻക്ലൂഡിങ് ഹ്യൂമൻ ബീങ്സ്. ആനിമൽസിൽ കാണും, ഹ്യൂമൻ ബീങ്സിൽ കാണും. ഞാൻ എന്തുകൊണ്ട് അനീപ്ലോയിഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കണമെന്ന് പറഞ്ഞത്? നമുക്കിനി ലാസ്റ്റ് ജനറ്റിക് ഡിസോർഡേഴ്സ് പഠിക്കാനുണ്ട്. ജനറ്റിക് ഡിസോർഡേഴ്സിൽ നമുക്ക് ഈ ക്രോമസോമൽ ഡിസോർഡേഴ്സ് പഠിക്കാനുള്ളിടത്ത് അനീപ്ലോയിഡ് ഡിസോർഡേഴ്സേ ഉള്ളൂ. ട്രൈസോമി, ഡൗൺ സിൻഡ്രോം, ക്ലിൻഫെൽറ്റർ സിൻഡ്രോം, മോണോസോമി, ടെർണർ സിൻഡ്രോം. അതുകൊണ്ടാണ് ഞാൻ ഈ അനീപ്ലോയിഡ് ഒന്ന് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. വെരി ഗുഡ്. ഹാർഡി കമൻറ്റ് ചെയ്തിരിക്കുന്നു, അനീപ്ലോയിഡ് തന്നെ. വെരി ഗുഡ്. അപ്പോൾ അനീപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ എന്താ? മക്കൾക്കൊന്ന് പറഞ്ഞേ, എന്താ അനീപ്ലോയിഡ് മക്കളെ? അനീപ്ലോയിഡ് ഈസ്, വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ മതി. അനീപ്ലോയിഡ് ഈസ് സിമ്പിളായിട്ട് പറ, ഗെയിൻ ഓർ ലോസ് ഓഫ് ക്രോമസോം. അനീപ്ലോയിഡ് ഈസ് ഗെയിൻ ഓർ ലോസ് ഓഫ് ക്രോമസോം. വെരി ഗുഡ്. നിഹാൽ പറഞ്ഞിരിക്കുന്നു ഗെയിൻ ഓർ ലോസ് ഓഫ് ക്രോമസോം. അല്ലെങ്കിൽ നമുക്ക് പറയാം ഇൻക്രീസ് ഇൻ സബ്സെറ്റ്. മോണോപ്ലോയിഡിലല്ല, ഇൻക്രീസ് ഇൻ സബ്സെറ്റ്. ഇപ്പം ഹ്യൂമൻ ബീങ്സ് എടുത്താൽ നമുക്ക് 23 സബ്സെറ്റുകളാണ്. ഫസ്റ്റ് പെയർ ഒരു സബ്സെറ്റാണ്, സെക്കൻഡ് പെയർ സബ്സെറ്റാണ്. അപ്പോൾ ആ ഇൻഡിവിജ്വൽ ക്രോമസോമിൻ്റെ നമ്പർ കൂടുക. അപ്പോൾ ഗെയിൻ ഓർ ലോസ് ഓഫ് ക്രോമസോം, ഒരു ക്രോമസോം കൂടുക, ഒരു ക്രോമസോം കുറയുക. ഇതാണ് അനീപ്ലോയിഡി. അപ്പോൾ അനീപ്ലോയിഡിയുടെ നമുക്ക് ടൈപ്സിലേക്ക് കിടക്കുമ്പം അത് രണ്ട് തരത്തിൽ പറയാം. അത് ഹൈപ്പർപ്ലോയിഡിയും ഉണ്ടാകും, ഹൈപ്പോപ്ലോയിഡിയും ഉണ്ടായിരിക്കും. വെരി ഗുഡ്. നിഹാൽ ഗെയിൻ ഓർ ലോസ് എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അനീപ്ലോയിഡ് ടൈപ്പ് എന്ന് പറയുമ്പം അത് ഹൈപ്പർപ്ലോയിഡിയും ഉണ്ടാകാം. എന്താ ഹൈപ്പർപ്ലോയിഡി? ഹൈപ്പർപ്ലോയിഡി എന്ന് പറഞ്ഞാൽ ഗെയിൻ. അതേപോലെ എന്തും ഉണ്ടാകാം, ഹൈപ്പോപ്ലോയിഡിയും സംഭവിക്കാം. ഹൈപ്പർപ്ലോയിഡി എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തായിരിക്കും? ലോസ് ഓഫ് കോഴ്സ്. അപ്പോൾ ഹൈപ്പർപ്ലോയിഡിക്ക് എക്സാമ്പിളായിട്ട് നമ്മൾ പറയും 2n+1 കണ്ടീഷൻ. എക്സാമ്പിൾ നമുക്ക് ഹ്യൂമൻ ബീങ്സ് എടുക്കാം. ഇപ്പോൾ ഹ്യൂമൻ ബീങ്സിൽ 46 ക്രോമസോമാണ് ഡിപ്ലോയിഡ്, പ്ലസ് അതിൻ്റെ കൂടെ ഒരു ക്രോമസോം എക്സ്ട്രാ വരുന്നു. സോ ടോട്ടൽ 47 ക്രോമസോം. നിങ്ങൾക്ക് എക്സാമ്പിൾ പെട്ടെന്ന് എടുക്കാം, ഡൗൺ സിൻഡ്രോം. അപ്പോൾ 2n+1 കണ്ടീഷൻ ഏതാണ്? ദ 2n+1 കണ്ടീഷൻ ഈസ് കോൾഡ് ട്രൈസോമി. അപ്പോൾ ട്രൈസോമി നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, ട്രൈസോമി ഹൈപ്പർപ്ലോയിഡിയാണ്. അപ്പോൾ ട്രൈസോമി എന്ന് വെച്ചാൽ നമുക്ക് ഒറ്റ സെന്റൻസിൽ പറയാം, ട്രൈസോമി ഈസ് ഗെയിൻ ഓഫ് 1 ക്രോമസോം. 2n+1. ട്രൈസോമിക്ക് നമുക്ക് രണ്ട് എക്സാമ്പിൾസ് പഠിക്കാനുണ്ട് ജനറ്റിക് ഡിസോർഡേഴ്സ്. ഏതൊക്കെയാ? ഡൗൺ സിൻഡ്രോം ആൻഡ് ക്ലിൻഫെൽറ്റർ സിൻഡ്രോം. ഇതിന് നേരെ ഓപ്പോസിറ്റിലേക്ക് പോകാം. നമുക്ക് 2n ഹൈപ്പോപ്ലോയിഡിൽ 2n-2 വരും. 2n-1 പഠിക്കാം. 46-1 ടോട്ടൽ 45 ക്രോമസോം. ഏതാ 2n-1 വരുന്നത്? മോണോസോമി. ലോസ് ഓഫ് 1 ക്രോമസോം. അപ്പോൾ മോണോസോമിക്ക് എക്സാമ്പിൾ ഏതാണ്? ടെർണർ സിൻഡ്രോം നമുക്ക് പഠിക്കാനുണ്ട്. ടെർണർ സിൻഡ്രോം മോണോസോമിയാണ്. അപ്പോൾ ഇത് രണ്ടും ഓർത്ത് വെക്കുക, ട്രൈസോമി ആൻഡ് മോണോസോമി. ഇത് രണ്ടുമാണ് നമുക്ക് ഡിസോർഡേഴ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. ഇനി നമുക്കതിൻ്റെ മറ്റൊരു കണ്ടീഷൻ നോക്കാം. ഇങ്ങനെ വരാം, 2n+2. ഒരു സെറ്റിലെ 2 ക്രോമസോംസും ഇൻക്രീസ് ചെയ്യാം. ഒരു സെറ്റിലെ 2 ക്രോമസോംസും ഇൻക്രീസ് ചെയ്യാം. അപ്പോൾ അതെന്താണ്? 2n+2 ടെട്രാസോമി.
നേരെ ഓപ്പോസിറ്റ് 2n-2 ഒരു സെറ്റിൽ 2 ക്രോമസോംസും ലോസ് ആവുന്നു. ദാറ്റ് ഈസ് നള്ളിസോമി എന്ന് വിളിക്കും. നള്ളിസോമി. വെരി ഗുഡ്. ഹാദി കമന്റ് ചെയ്തിരിക്കുന്നു ടെട്രാസോമി. അപ്പം നള്ളിസോമി. അണ്ടർസ്റ്റാൻഡ്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു കണ്ടീഷൻ പറയാൻ പറ്റുമോ നോക്കൂ. ഏത് കണ്ടീഷൻ? 2n+1+1 എന്തായിരിക്കും? എനി ഗസ്? 2n+1+1. This condition 2n+1+1. ഇതാണ് നമ്മൾ എന്ത് വിളിക്കാം? ഇതിനെ ഡബിൾ ട്രൈസോമി. ഡബിൾ ട്രൈസോമി. ട്രൈസോമി ഇൻ 2 ഡിഫറെൻറ്റ് പെയർസ് ഓഫ് ക്രോമസോം. 2 വ്യത്യസ്ത ക്രോമസോം പെയറിൽ വരുന്ന ട്രൈസോമിക്ക് ഡബിൾ ട്രൈസോമി എന്ന് വിളിക്കും. അണ്ടർസ്റ്റുഡ്? അപ്പോൾ ഇതാണ് അന്യൂപ്ലോയിഡി. അന്യൂപ്ലോയിഡിയുടെ റീസൺ എന്താ? കമോൺ, വാട്ട് ഈസ് ദ റീസൺ ഫോർ അന്യൂപ്ലോയിഡി? എനിബഡി? കമോൺ, അന്യൂപ്ലോയിഡിയുടെ റീസൺ ആരെങ്കിലും? വാട്ട് ഈസ് ദ റീസൺ ഫോർ അന്യൂപ്ലോയിഡി? എന്തുകൊണ്ടായിരിക്കാം ഒരു ക്രോമസോം കൂടുതൽ ഒരു ക്രോമസോം കുറവ് സംഭവിക്കുന്നത്? എറർ ഇൻ ക്രോമസോം സെഗ്രിഗേഷൻ. എറർ ഇൻ ക്രോമസോം സെഗ്രിഗേഷൻ എന്ന് പറഞ്ഞാൽ ഹാദി ഒന്ന് ക്ലിയർ ആക്കിക്കുക മോനെ. ഒന്നാണ് ക്ലിയർ ആക്കി പറഞ്ഞു. എന്താണ് ഈ എറർ? എന്താണ് നീ ഉദ്ദേശിക്കുന്നത്? എറർ ഇൻ ക്രോമസോം സെഗ്രിഗേഷൻ എന്ന് പറഞ്ഞാൽ ക്രോമസോമൽ സെഗ്രിഗേഷൻ എന്നതിനേക്കാൾ ഫെയിലിയർ ഓഫ് സെഗ്രിഗേഷൻ ഓഫ്, വെരി ഗുഡ്, നിഹാൽ പറഞ്ഞിട്ടുണ്ട്, കറക്റ്റ്. ഫെയിലിയർ ഓഫ് സെഗ്രിഗേഷൻ ഓഫ് ക്രോമാറ്റിഡ്, അതാണ് പറയേണ്ടത്. നിങ്ങൾക്കറിയാം മെറ്റാഫേസ് സ്റ്റേജിൽ ഒരു ക്രോമസോമിൽ സിസ്റ്റർ ക്രോമാറ്റിഡിലാണ് സ്പിൻഡിൽ ഫൈബേഴ്സ് ഫ്രം ഓപ്പോസിറ്റ് പോൾ കണക്ട് ചെയ്യുന്നത് അല്ലേ? അപ്പം അനാഫേസിൽ ഈ ക്രോമാറ്റിഡുകൾ സെഗ്രിഗേറ്റ് ചെയ്യുന്നില്ല. നമുക്കറിയാം അനാഫേസിൽ ക്രോമാറ്റിഡുകൾ ഇതാ. ഇപ്പം നമ്മൾ ക്രോമസോം, ജസ്റ്റ് ലുക്ക് ഹിയർ. ഇപ്പം നമ്മൾ ക്രോമസോം ഇങ്ങനെ വരയ്ക്കും. ഒരു ക്രോമാറ്റിഡ്, അതിൻ്റെ സിസ്റ്റർ ക്രോമാറ്റിഡ് കണക്റ്റഡ് ബൈ സെൻട്രോമിയർ. അണ്ടർസ്റ്റാൻഡ്? ഒരു ക്രോമാറ്റിഡ്, അതിൻ്റെ സിസ്റ്റർ ക്രോമാറ്റിഡ് കണക്റ്റഡ് ബൈ സെൻട്രോമിയർ. വാട്ട് എറർ? ഒരു ക്രോമാറ്റിഡ്, സിസ്റ്റർ ക്രോമാറ്റിഡ്, സെൻട്രോമിയർ. സംതിങ് വെന്റ് റോങ്. ഞാനിവിടെ കാണിക്കാം. തൽക്കാലം ഞാനിവിടെ ഒന്ന് മായ്ക്കുന്നു. സി, നോക്കാം. ഈ ക്രോമാറ്റിഡ്സ് സെൻട്രോമിയറിൽ കണക്റ്റഡ് ആണ്. സെൻട്രോമിയറിൽ കണക്റ്റഡ് ആണ് ക്രോമാറ്റിഡ്സ്. ഓക്കെ. ഇപ്പം ഈ സെൻട്രോമിയർ സ്പ്ലിറ്റ് ആയാൽ ഇങ്ങനെ 2 സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ഡോട്ടർ ക്രോമസോംസ് ആവും. എന്നാൽ ചിന്തിക്ക്, ഈ സെൻട്രോമിയർ സ്പ്ലിറ്റ് ആകുന്നില്ല. ഇത് രണ്ടും ഒരുമിച്ച് നിൽക്കും. അപ്പം എന്തായിരിക്കും? അത് 2 ക്രോമസോംസുമായിരുന്നു. അണ്ടർസ്റ്റാൻഡ്? അപ്പം നിങ്ങൾ പഠിക്കേണ്ടത് റീസൺ എന്താണ്? എന്താണ് അന്യൂപ്ലോയിഡിയുടെ റീസൺ? ഫെയിലിയർ ഓഫ് സെഗ്രിഗേഷൻ ഓഫ് ക്രോമാറ്റിഡ്സ്, അല്ലെങ്കിൽ വേറൊരു വാക്ക് പഠിക്കുക, നോൺ ഡിസ്ജങ്ഷൻ ഓഫ് ക്രോമാറ്റിഡ്സ്. ഫെയിലിയർ ഓഫ് സെഗ്രിഗേഷൻ ഓഫ് ക്രോമാറ്റിഡ്സ് അല്ലെങ്കിൽ നോൺ ഡിസ്ജങ്ഷൻ ഓഫ് ക്രോമാറ്റിഡ്സ്. ഇതാണ് നമുക്ക് എവിടെ പഠിക്കാൻ ഉള്ളത്? അന്യൂപ്ലോയിഡി കണ്ടീഷനിൽ പഠിക്കാനുള്ളത്. 1 സെക്കൻഡ്, നമുക്കതിൻ്റെ ഫോർമുലയിലേക്ക് പോകാം. സി, അപ്പം അന്യൂപ്ലോയിഡ് കാണാം നിങ്ങൾക്ക്. ക്രോമസോമൽ ഡിസോർഡേഴ്സിൽ അന്യൂപ്ലോയിഡ് വരുമ്പം നള്ളിസോമി 2n-2, മോണോസോമി 2n-1, ട്രൈസോമി 2n+2, ടെട്രാസോമി 2 ക്രോമസോം ആഡഡ് ടു ഡിപ്ലോയിഡ് സെറ്റ് ആണ്. അതിൻ്റെ റീസൺ പറയുന്നു. ഹ്യൂമൻ ബീയിങ്സിൽ റെയർ ആണ്. ഓക്കെ. അപ്പം നമുക്കിനി നമ്മൾ ക്രോമസോമൽ മ്യൂട്ടേഷനിലെ പോളിപ്ലോയിഡിയും അന്യൂപ്ലോയിഡിയും പറഞ്ഞു. അന്യൂപ്ലോയിഡിയുടെ റീസൺ മനസ്സിലാക്കണം. ഫെയിലിയർ ഓഫ് സെഗ്രിഗേഷൻ ഓഫ് ക്രോമാറ്റിഡ്സ് ഓർ നോൺ ഡിസ്ജങ്ഷൻ ഓഫ് ക്രോമാറ്റിഡ്സ് എന്ന് പറയാം. ഓക്കെ. ഇനി 2 സ്ട്രക്ചറൽ ചേഞ്ചസ് ഇൻ ക്രോമസോം.
അപ്പോൾ നമ്മൾ ക്രോമസോമൽ മ്യൂട്ടേഷൻ ആണ് സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ ന്യൂമറിക്കൽ ചേഞ്ചസ് ഇൻ ക്രോമസോം പറഞ്ഞു, ചേഞ്ചസ് ഇൻ നമ്പർ ഓഫ് ക്രോമസോം, ന്യൂമറിക്കൽ ചേഞ്ചസ് നമ്മൾ പറഞ്ഞു. സ്ട്രക്ചറൽ ചേഞ്ചസിലേക്ക് കിടക്കും. അപ്പോൾ ക്രോമസോമൽ മ്യൂട്ടേഷനിൽ ഞാനിതൊന്ന് വായിക്കുന്നു. ക്രോമസോമൽ മ്യൂട്ടേഷനിൽ ന്യൂമറിക്കൽ ചേഞ്ചസ് പറഞ്ഞു. സ്ട്രക്ചറൽ ചേഞ്ചസ് ആക്ച്വലി NCERT ബുക്കിൽ അത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല. എങ്കിലും ചില പ്രീവിയസ് NEET ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുമ്പം അതിൽ ട്രാൻസ്ലൊക്കേഷൻ 1-2 തവണ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബേസ് വരുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ ക്രോമസോമൽ മ്യൂട്ടേഷൻ്റെ സെക്കൻഡ് കാറ്റഗറി അതാണ് സ്ട്രക്ചറൽ ചേഞ്ചസ്. ശ്രദ്ധിച്ചോളൂ കേട്ടോ, സ്ട്രക്ചറൽ ചേഞ്ചസ് ഇൻ ക്രോമസോം. സ്ട്രക്ചറൽ ചേഞ്ചസ് ഇൻ ക്രോമസോം. സ്ട്രക്ചറൽ ചേഞ്ചസ് ഇൻ ക്രോമസോം എന്ന് പറയുമ്പം ലിസൺ, അതേതെല്ലാം ആകാം. അതിൽ ഒന്ന് സ്ട്രക്ചറൽ ചേഞ്ചസ് ഇൻ ക്രോമസോം എന്ന് വയ്ക്കുമ്പം അതിന് നമുക്ക് മറ്റൊരർത്ഥത്തിൽ എന്ത് വിളിക്കാം? ക്രോമസോമൽ അബറേഷൻസ് എന്ന് പറയും. സ്ട്രക്ചറൽ ചേഞ്ചസ് ഇൻ ക്രോമസോം ഓർ ക്രോമസോമൽ അബറേഷൻ. ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ ആ ക്രോമസോമിൻ്റെ മ്യൂട്ടേഷനെ കുറിച്ച് വായിക്കുമ്പം ആ പാരഗ്രാഫിൽ എഴുതിയിട്ടുണ്ട് ക്രോമസോമൽ അബറേഷൻ മെയിൻലി ലീഡ്സ് ടു ക്യാൻസർ എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് കാണാം. ടെക്സ്റ്റിൽ ആ പാരഗ്രാഫ് എടുത്ത് നോക്കിയാൽ മതി. മ്യൂട്ടേഷൻ്റെ പാരഗ്രാഫിൽ ആ സെക്കൻഡ് പാരഗ്രാഫിൽ എഴുതിയിട്ടുണ്ട് ക്രോമസോമൽ അബറേഷൻസ്. ക്രോമസോമൽ അബറേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് സ്ട്രക്ചറൽ ചേഞ്ചസ് ആണ്. ദ സ്ട്രക്ചറൽ ചേഞ്ചസ് മെയിൻലി ലീഡ്സ് ടു ക്യാൻസർ എന്നവിടെ പറയുന്നുണ്ട്. അപ്പോൾ സ്ട്രക്ചറൽ ചേഞ്ചസ് ഇൻ ക്രോമസോം എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ അത് ഏതൊക്കെയാവാം? അത് ഡെലീഷൻ ആവാം. ഇപ്പോൾ ഡെലീഷൻ എന്ന് പറയുമ്പം ഇപ്പോൾ ഇതാണ് ഒരു ക്രോമസോമിൻ്റെ സ്ട്രക്ചർ എന്ന് വിചാരിച്ചേക്കും. ഞാനൊന്ന് എലാബറേറ്റ് ചെയ്യാം, എൻലാർജ് ചെയ്യാം. സി, ഇതാണ് ഇപ്പോൾ ഒരു ക്രോമസോം എന്നങ്ങോട്ട് വിചാരിക്കും. അതിലെ ജീൻസ് ആണ് ABCDEFGH. ഡെലീഷൻ എന്ന് പറയുമ്പം അത് വേണമെങ്കിൽ ടെർമിനൽ ഡെലീഷൻ നടക്കാം. ABCDEF എന്ന് വെച്ചാൽ ആ GH എന്ന ജീൻസ് ഡിലീറ്റ് ചെയ്തു പോയി, ടെർമിനൽ ഡെലീഷൻ നടക്കാം. ഓർ ചിലപ്പം ഇങ്ങനെ സംഭവിക്കാം, ABCD ഒരു 1 ആം തന്നെ ഡിലീറ്റ് ചെയ്തു പോകാം, ഡെലീഷൻ ഇൻ 1 ആം ഓഫ് ക്രോമസോം. അല്ലെങ്കിൽ ഇടയിൽ ഏതെങ്കിലും ജീൻസ് ഡിലീറ്റ് ചെയ്തു പോകാം. അപ്പോൾ ഡെലീഷൻ സംഭവിക്കാം. ക്രോമസോമൽ അബറേഷൻസിൽ ഡെലീഷൻ സംഭവിക്കാം, ഡെലീഷൻ ഇൻ ജീൻ സംഭവിക്കാം. ഇപ്പം ഇൻ കേസ് ഓഫ് താലസീമിയയിലൊക്കെ പ്രധാനമായും മ്യൂട്ടേഷൻ സംഭവിക്കുന്നത് ഡെലീഷനാണ്, ഡെലീഷൻ ഓഫ് ജീൻസ് ആണ്. ദെൻ ഡെലീഷൻ ആവാം, ഡ്യൂപ്ലിക്കേഷൻ ആവാം. ഡ്യൂപ്ലിക്കേഷൻ, ഡെലീഷൻ ആവാം, ഡ്യൂപ്ലിക്കേഷൻ ആവാം, ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ജീൻസ് ആവാം, ഡെലീഷൻ, ഡ്യൂപ്ലിക്കേഷൻ ആവാം. ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് നോക്കുമ്പോൾ സെയിം ജീൻ നോക്കുമ്പം ABCDCD ആൻഡ് സോ ഓൺ കാണുന്നുണ്ടല്ലോ. ജീൻ ബ്ലോക്സ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. ദെൻ ഇൻവേർഷൻ ആവാം. എന്താണ് ഇൻവേർഷൻ? ജീൻ ബ്ലോക്സ് കട്ട് ആൻഡ് റീജോയിൻ ഇൻ ഇൻവേർട്ടഡ് മാനർ. ജീൻ ബ്ലോക്സുകൾ കട്ടാകുന്നു, റീജോയിൻ ചെയ്യുന്നു ഇൻ ഇൻവേർട്ടഡ് മാനറിൽ റീജോയിൻ ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ ഇങ്ങനെ സംഭവിക്കാം. ഇപ്പം ABCDക്ക് പകരം DC കണ്ടില്ലേ, EFGH ഇങ്ങനെ സംഭവിക്കാം. ഇത് ഒരു ടൈപ്പ് ഇൻവേർഷൻ ആണ്. ഇവിടെ നോക്കൂ, ആ CD ജീൻ കട്ട് ചെയ്തിട്ട് rejoin in inverted manner. Here this inversion takes place in 1 arm of the chromatid. ഇവിടെ ക്രൊമാറ്റിഡിൻ്റെ ഒരാമിലാണ് ഇൻവേർഷൻ സംഭവിച്ചിരിക്കുന്നത്. സെൻട്രോമിയർ ഉൾപ്പെട്ടിട്ടില്ല. സെൻട്രോമിയറിൻ്റെ 1/2 ഒരു സൈഡിലാണ് സംഭവിച്ചിരിക്കുന്നത്. സോ ദിസ് ഈസ് കോൾഡ് ആസ് പാരാസെൻട്രിക് ഇൻവേർഷൻ എന്ന് വിളിക്കും. ഇത്ര ഇൻവേർഷനാണ് പാരാസെൻട്രിക്. എന്നാൽ വേറെ രീതിയിൽ സംഭവിക്കാം, ഇങ്ങനെ സംഭവിക്കാം. ABCDക്ക് പകരം ABFEDCGH ഇങ്ങനെ വരാം. ഇൻവേർഷൻ ഇൻ വിച്ച് എന്താ കണ്ടത്? ഈ ജീൻ ബ്ലോക്സ് ഇതാ ഇവിടെ കട്ട് ചെയ്യുന്നു, എന്നിട്ട് ഇൻവേർട്ട് ചെയ്യുന്നു.
സെൻട്രോമിയറിൻ്റെ either side of the centromere, two armsലും ഇൻവേർഷൻ സംഭവിക്കുന്നു. This kind of inversion is called pericentric inversion. പെരിസെൻട്രിക്, അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി, പാരാസെൻട്രിക്കൽ. അപ്പോൾ ഇൻവേർഷൻ എന്ന് പറഞ്ഞാൽ ജീൻ ബ്ലോക്സ് കട്ടാവുന്ന റീജോയിൻ ഇൻ ഇൻവേർട്ടഡ് മാനർ. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ട്രാൻസ്ലൊക്കേഷൻ. അപ്പോൾ നമുക്ക് അടുത്തത് പറയാം. എന്താണ് ട്രാൻസ്ലൊക്കേഷൻ? എന്താണ് ട്രാൻസ്ലൊക്കേഷൻ? ട്രാൻസ്ലൊക്കേഷന് നമ്മൾ ഇല്ലെജിറ്റിമേറ്റ് ക്രോസിംഗ് ഓവർ എന്ന് വിളിക്കും. ക്രോസിംഗ് ഓവർ അറിയുന്ന ഒരു കുട്ടിക്ക് ട്രാൻസ്ലൊക്കേഷൻ ഈസി ആയിട്ട് ഫോളോ ചെയ്യാം. എന്താണ് ഈ ക്രോസിംഗ് ഓവർ? ക്രോസിംഗ് ഓവർ എന്ന് വെച്ചാൽ എക്സ്ചേഞ്ച് ഓഫ് ജനറ്റിക് മെറ്റീരിയൽ ബിറ്റ്വീൻ നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ഓഫ് ഹോമലോഗസ് ക്രോമസോം. ഹോമലോഗസ് ക്രോമസോംസിൻ്റെ നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ജനറ്റിക് മെറ്റീരിയൽ എക്സ്ചേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ക്രോസിംഗ് ഓവർ. എന്നാൽ തിങ്ക്, അത് ഞാൻ നേരെ മാറ്റുന്നു. ട്രാൻസ്ലൊക്കേഷൻ മീൻസ് നമ്മളൊരു സെൻറ്റൻസിലേക്ക് മാറ്റുമ്പം എക്സ്ചേഞ്ച് ഓഫ് ജനറ്റിക് മെറ്റീരിയൽ ബിറ്റ്വീൻ നോൺ ഹോമലോഗസ് ക്രോമസോം. രണ്ട് ഡിഫറെൻറ്റ് ക്രോമസോം. എക്സ്ചേഞ്ച് ഓഫ് ജനറ്റിക് മെറ്റീരിയൽ ബിറ്റ്വീൻ നോൺ ഹോമലോഗസ് ക്രോമസോം. ഈ നോൺ ഹോമലോഗസ് ക്രോമസോം എന്ന് വെച്ചാൽ അതാരായിരിക്കും? ദാറ്റ് ഈസ് ടു ലിങ്കേജ് ഗ്രൂപ്പ്. ഹോമലോഗസ് ക്രോമസോമുകൾ ഒരേ ലിങ്കേജ് ഗ്രൂപ്പാണ്. നമ്മൾ ലിങ്കേജ് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പം എക്സ്ചേഞ്ച് ഓഫ് ജനറ്റിക് മെറ്റീരിയൽ ബിറ്റ്വീൻ നോൺ ഹോമലോഗസ് ക്രോമസോം, രണ്ട് ഡിഫറെൻറ്റ് ക്രോമസോംസ് എന്ന് വെച്ചാൽ ടു ലിങ്കേജ് ഗ്രൂപ്പ്സ്. രണ്ട് ഡിഫറെൻറ്റ് ക്രോമസോംസ് ആണ് രണ്ട് ലിങ്കേജ് ഗ്രൂപ്പുകൾ. അവ തമ്മിൽ ജനറ്റിക് മെറ്റീരിയൽ എക്സ്ചേഞ്ച് ചെയ്യുന്നതിനെയാണ് ട്രാൻസ്ലൊക്കേഷൻ എന്ന് വിളിക്കുന്നത്. സോ ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ഇല്ലെജിറ്റിമേറ്റ് ക്രോസിംഗ് ഓവർ. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഇവിടെ ഒരു ക്രോമസോം നിങ്ങൾക്ക് കാണാം. ഞാനൊന്ന് കാണിക്കാം. ഇവിടെ ഇപ്പം ഞാൻ ABCD ക്രോമസോം വരച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ വേറൊരു നോൺ ഹോമലോഗസ് ക്രോമസോം വരയ്ക്കുന്നു. ഇതാണ് അതെന്ന് വിചാരിച്ചോളൂ. ഞാനതിൽ ജീൻ വരയ്ക്കുന്നു, PQRSTUV. ഓക്കെ, ഇവിടെ ശ്രദ്ധിച്ചേ, ഈ പൊസിഷനിൽ ഈ ജീൻ ഇവിടുന്ന് BC ഇവിടുന്ന് കട്ട് ചെയ്ത് QR എക്സ്ചേഞ്ച് ചെയ്യുന്നു. ദാറ്റ് ടൈപ്പ് BC അവിടുന്ന് കട്ട് ചെയ്ത് QR നമുക്കൊന്ന് ശ്രമിക്കാം അതൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ BC അവിടുന്ന് കട്ട് ചെയ്തു, QR ഇവിടെ നിന്ന് കട്ട് ചെയ്തു. എന്നിട്ട് നമുക്ക് ജോയിൻ ചെയ്യണം. ലുക്ക്, ഇവിടെ QR വന്നു, QR. ഓക്കെ, BC ഇവിടേക്ക് വരുന്നു, BC. യു സി എക്സ്ചേഞ്ച് ഓഫ് ജനറ്റിക് മെറ്റീരിയൽ ബിറ്റ്വീൻ നോൺ ഹോമലോഗസ് ക്രോമസോം. ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്? ട്രാൻസ്ലൊക്കേഷൻ. ഈ ട്രാൻസ്ലൊക്കേഷൻ വഴി ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം ഹ്യൂമൻ ബീയിങ്സിൽ ഇത് 22nd and 9th ക്രോമസോമിനിടയിലാണ് ഈ ട്രാൻസ്ലൊക്കേഷൻ വരുന്നതെന്ന് വിചാരിക്കും. അത്തരം ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു ഡിസോർഡറാണ് CML, ക്രോണിക് മൈലോയിഡ് ലുക്കീമിയ, ക്യാൻസർ, ക്രോണിക് മൈലോയിഡ് ലുക്കീമിയ. അപ്പം ഇതെല്ലാം സംഭവിക്കും. ഒരു എക്സാമ്പിൾ ചുമ്മാ പറഞ്ഞു എന്ന് മാത്രം. അപ്പം നമ്മൾ മ്യൂട്ടേഷൻ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് റീക്യാപ്പിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് മ്യൂട്ടേഷൻ എന്ന് പറയുമ്പം നിങ്ങൾ എന്തൊക്കെ ഓർക്കണം? മ്യൂട്ടേഷൻ എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലാക്കണം, സഡൻ ഹെറിറ്റബിൾ ചേഞ്ചസ് ഡ്യൂ ടു ചേഞ്ചസ് ഇൻ ജീൻ ഓർ ക്രോമസോം. അപ്പോൾ ഇത് രണ്ട് കാറ്റഗറിയിലാണ് നമ്മൾ പറയുന്നത് മ്യൂട്ടേഷൻ. ഏതൊക്കെയാണ് നമ്മൾ രണ്ട് കാറ്റഗറിയിൽ പറഞ്ഞത്? ഒന്ന് ജീൻ മ്യൂട്ടേഷൻ, മറ്റൊന്ന് ക്രോമസോമൽ മ്യൂട്ടേഷൻ. ജീൻ മ്യൂട്ടേഷനിൽ ഓർത്ത് വെക്കേണ്ടത് നമ്പർ 1 പോയിന്റ് മ്യൂട്ടേഷൻ. പോയിന്റ് മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ ചേഞ്ചസ് ഇൻ എ സിംഗിൾ ബേസ് പെയർ. അതിന് എക്സാമ്പിൾ നമ്മൾ സിക്കിൾ സെൽ അനീമിയ പഠിച്ചു. അത് ഡെലീഷൻ വഴി വരാം, ഇൻസേർഷൻ വഴി വരാം, സബ്സ്റ്റിറ്റ്യൂഷൻ വരെ വരാം. നെക്സ്റ്റ് ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ. ഡെലീഷൻ ഓർ ഇൻസേർഷൻ ഓഫ് 1 or 2 ബേസസ് ആവാം. ഡെലീഷനോ ഇൻസേർഷനോ, സബ്സ്റ്റിറ്റ്യൂഷൻ പാടില്ല. അത് അടുത്ത ചാപ്റ്ററിൽ നമ്മൾ ഡീറ്റെയിൽസ് പഠിക്കും. ദെൻ ക്രോമസോമൽ മ്യൂട്ടേഷനിലേക്ക് വരുമ്പം അവിടെ നമ്മൾ നമ്പറിൽ ചേഞ്ച് പറഞ്ഞു, ന്യൂമറിക്കൽ ചേഞ്ചസും സ്ട്രക്ചറൽ ചേഞ്ചസും. ന്യൂമറിക്കൽ ചേഞ്ചസിൽ ഓർത്ത് വെക്കേണ്ടത് പോളിപ്ലോയിഡിയും അന്യൂപ്ലോയിഡിയും. പോളിപ്ലോയിഡ് യൂഷ്വലി പ്ലാന്റ്സിലാണ് കാണുന്നത്. അന്യൂപ്ലോയിഡി എന്ന് പറയുമ്പം അതിൽ ട്രൈസോമി 2n+1, മോണോസോമി 2n-1, പിന്നെ ടെട്രാസോമി, നള്ളിസോമി പറഞ്ഞു. പിന്നെ ക്രോമസോമിൻ്റെ സ്ട്രക്ചറൽ ചേഞ്ചസ്, ക്രോമസോമൽ അപ്പറേഷൻ, അതാണ് ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തത്. അത് ഡെലീഷൻ, ഡ്യൂപ്ലിക്കേഷൻ, ഇൻവേർഷൻ, ട്രാൻസ്ലൊക്കേഷൻ. അണ്ടർസ്റ്റാൻഡ്? ഗുഡ്. അപ്പം നമ്മളിനി അടുത്ത ഭാഗത്തേക്ക് പോകുന്നു. ദ നെക്സ്റ്റ് പാർട്ട് ഏതാണെന്ന് നിങ്ങൾക്കറിയാം, പെഡിഗ്രി അനാലിസിസ്.
ജസ്റ്റ് നമുക്ക് സമയം ഏകദേശം കഴിയാറായിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് പെഡിഗ്രി അനാലിസിസ് എന്താണ് എന്ന് മനസ്സിലാക്കണം. എന്താണ് ഈ പെഡിഗ്രി അനാലിസിസ്? പെഡിഗ്രി എന്ന വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇതാ, ദിസ് ഫിഗർ ഈസ് ഇനഫ്. ഈ ഫിഗറിൽ എന്താ ഇപ്പം നിങ്ങൾ കാണുന്നത്? നിങ്ങളിവിടെ കാണുന്നുണ്ട് ഗ്രാൻഡ് പാരൻസ് ഉണ്ട്, ഗ്രാൻഡ് പാരൻസ് ഉണ്ട്, പാരൻസ് ഉണ്ട്, ദെൻ അവരിൽ നിന്ന് വരുന്ന ന്യൂ ജനറേഷൻ ഉണ്ട്. പെഡിഗ്രി എന്ന വാക്കിന് നമ്മൾ സാധാരണ മലയാളത്തിൽ പറയും വംശപരമ്പര അല്ലെങ്കിൽ ഫാമിലി ട്രീ അല്ലേ? അപ്പോൾ ഒരു ഫാമിലി ട്രീയിൽ, ഒരു വംശപരമ്പരയിൽ ഒരു പെർട്ടിക്കുലർ ട്രേറ്റ് എങ്ങനെ മൂവ് ചെയ്യുന്നു, എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. വെരി ഗുഡ്, ഹാദി കമൻറ്റ് ചെയ്തിട്ടുണ്ട് ഫാമിലി ട്രീ, അത് തന്നെയാണ്. അപ്പോൾ എന്താണ് പെഡിഗ്രി അനാലിസിസ്? പെഡിഗ്രി അനാലിസിസ് മീൻസ് മൂവ്മെൻറ്റ് and distribution of a particular trait for several generation in a family tree. എന്താണ് ഞാൻ പറഞ്ഞത്? പെഡിഗ്രി അനാലിസിസ്, ദ അനാലിസിസ് ഓഫ് അനാലിസിസ്, വിശകലനം ചെയ്യുന്നു. എന്താ വിശകലനം ചെയ്യുന്നത്? ദ മൂവ്മെൻറ്റ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എ പെർട്ടിക്കുലർ ട്രേറ്റ് ഫോർ സെവറൽ ജനറേഷൻ ഇൻ എ ഫാമിലി. ഒരു പ്രത്യേക സ്വഭാവം, അതിപ്പോൾ ഒരു ജനറ്റിക് ഡിസോർഡർ ആവാം, അല്ലാതിരിക്കാം. എസ്പെഷ്യലി ജനറ്റിക് ഡിസോർഡേഴ്സ്, ഫോർ എക്സാമ്പിൾ ഒരു കളർ ബ്ലൈൻഡ് ക്യാരക്ടർ, അത് ആ ഫാമിലി ട്രീയിൽ എങ്ങനെ മൂവ് ചെയ്യുന്നു, എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, പാരൻസ് ടു F1 ആണോ F2 ആണോ, ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പെഡിഗ്രി അനാലിസിസ്. ഓക്കെ, നിഹാൽ പറഞ്ഞിരിക്കുന്നു ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പെർട്ടിക്കുലർ ട്രേറ്റ് ഫോർ സെവറൽ ജനറേഷൻ. വെരി ഗുഡ് നിഹാൽ. അപ്പോൾ പെഡിഗ്രി അനാലിസിസിൽ നമുക്ക് ചില സിമ്പിൾസ് പഠിക്കാനുണ്ട്. പെഡിഗ്രി അനാലിസിസ് നമ്മൾ പെഡിഗ്രി ചാർട്ട് വരയാൻ ചില സിമ്പിൾസ് യൂസ് ചെയ്യും. ആ സിമ്പിൾസ് എന്ന് പറയുമ്പോൾ നമ്മൾ യൂഷ്വലി മെയിൽസിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും? സ്ക്വയർ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യും. ഫീമെയിൽ ആണ് സർക്കിൾ, ആൻഡ് റോംബസ് ഫോമിൽ വരുമ്പം സെക്സ് അൺസ്പെസിഫൈഡ്. ഇത് ഷെയ്ഡഡ് ആണെങ്കിൽ, മെയിൽ ഫീമെയിൽ ഷെയ്ഡഡ് ആണെങ്കിൽ അവർ നമ്മൾ എന്ത് വിളിക്കും? അഫക്റ്റഡ് ഇൻഡിവിജ്വൽസ്. ആൻഡ് മെയിൽ ഫീമെയിൽ ഒരു സിംഗിൾ ലൈൻ കൊണ്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഈസ് മേറ്റിംഗ് ബിറ്റ്വീൻ റിലേറ്റഡ് ഇൻഡിവിജ്വൽസ്. മേറ്റിംഗ് ബിറ്റ്വീൻ റിലേറ്റഡ് ഇൻഡിവിജ്വൽസ് ആണ്. എന്നാൽ ജസ്റ്റ് മെയിൽ ആൻഡ് ഫീമെയിൽ that is connected by two lines, that is mating between relatives, റിലേറ്റഡ് ഇൻഡിവിജ്വൽസിൻ്റെ മീറ്റിംഗ് ആണ്. അതിനെ കോൺസാങ്ക്വിനസ് മീറ്റിംഗ് എന്ന് വിളിക്കും. നിങ്ങൾ ലാസ്റ്റ് ഇയറിലെ നീറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താൽ 2023 നീറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ സിമ്പിളാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു ചോദ്യം പെഡിഗ്രിയിൽ നിന്ന് വന്നിട്ടുണ്ട്. ആ ചോദ്യം ഇതാണ്, മേറ്റിംഗ് ബിറ്റ്വീൻ റിലേറ്റീവ്സ്, കോൺസാങ്ക്വിനസ് മീറ്റിംഗ് ഏത് എന്ന് വെച്ചാൽ ഈ സിമ്പിൾ അതാണ് നോക്കുന്നത്. ദെൻ ഇപ്പം ഇങ്ങനെ കൺസ്ട്രക്ട് ചെയ്താൽ ഒരു ഫാമിലി ആയത്. ഇത് ഫാദർ ആൻഡ് മദർ ആൻഡ് 2 children, 1 daughter and 1 boy. ഇതിൽ ഫസ്റ്റ് ചൈൽഡ് ഏതാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ഫസ്റ്റ് ചൈൽഡ് ഈസ് ഡോട്ടർ. എങ്ങനെയാണ് അത് മനസ്സിലാക്കുന്നത്? അത് പാരൻസ് ആൻഡ് ചിൽഡ്രൻ എബോവ്, അതിൽ എങ്ങനെയാ ഇതാണ് ഫസ്റ്റ് ഗേൾ ചൈൽഡ് ആണ് എങ്ങനെയാണ് ഞാൻ പറഞ്ഞത്? ദാറ്റ് ഈസ് റിട്ടേൺ ഇൻ ദി ഓർഡർ ഓഫ് ബർത്ത് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ഓർഡർ ഓഫ് ബർത്ത് പ്രകാരമാണ്, ലെഫ്റ്റ് ടു റൈറ്റ് ആണ്. അപ്പോൾ ഫസ്റ്റ് ഡോട്ടർ ആൻഡ് ഗേൾ. ഇതേ ഫാമിലി നമുക്ക് മറ്റു രീതിയിൽ പറയാം, ദിസ് ഇസ് ഫാദർ, ദിസ് ഇസ് മദർ, ആൻഡ് വി ക്യാൻ ഡ്രോ ലൈക്ക് ദീസ് 2. അപ്പം ഇതും നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? ഫാദർ മദർ ആൻഡ് 2 children, ഫാദർ മദർ ആൻഡ് 2 children. ആ 2 children സെക്സ് ഏതാണെന്ന് സ്പെസിഫൈ ചെയ്തിട്ടില്ല, മെയിൽ ആണോ ഫീമെയിൽ ആണെന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ആൻഡ് ഇപ്പം നമുക്കിതൊരു ഫാമിലി ആയിട്ട് എടുക്കാം. ഇതിൽ ഫാദർ ആൻഡ് മദർ അൺഅഫക്റ്റഡ് ആണ്, ബട്ട് 1 boy ഉണ്ട്, ദാറ്റ് ബോയ് ഈസ് അഫക്റ്റഡ്. ഇങ്ങനെയാകുമ്പം അതൊരു പെഡിഗ്രി ചാർട്ടിലേക്ക് ഫോം ചെയ്യും. ഇനി 5 അൺഅഫക്റ്റഡ് ഓഫ് സ്പ്രിങ്സ് ഇങ്ങനെ കാണിക്കാം. അത് 5 or 6 എത്ര വേണമെങ്കിലും ഇങ്ങനെ കാണിക്കാം. ഇതാണ് പെഡിഗ്രി. ഈ പെഡിഗ്രി അനാലിസിസ് നടത്തുമ്പോൾ സാധാരണഗതിയിൽ ഇപ്പോൾ അടുത്ത് ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളാണ്. പെഡിഗ്രിയിൽ നിന്ന് സാധാരണഗതിയിൽ ഒരു അനാലിറ്റിക് ടൈപ്പ് ചോദ്യം വരുമ്പം സാധാരണ ചോദിക്കുന്ന ചോദ്യം, ഈ തന്നിരിക്കുന്ന ആ പെഡിഗ്രി ചാർട്ട്, ഇസ് ഇറ്റ് എ ഡോമിനന്റ് ട്രേറ്റ് ഓർ റെസസീവ് ട്രേറ്റ്? ഓർ രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട്, ഒന്നാമത്തെ പാറ്റേൺ ഞാൻ പറഞ്ഞു അതൊരു ഡോമിനന്റ് ട്രേറ്റ് ആണോ ഒരു റെസസീവ് ട്രേറ്റ് ആണോ? ഓർ രണ്ടാമതായിട്ട് ചോദിക്കുക വെദർ ഇറ്റ് ഈസ് എൻ ഓട്ടോസോമൽ ട്രേറ്റ്. ഓട്ടോസോമൽ ട്രേറ്റ് എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഡോമിനന്റ് ട്രേറ്റ് ആണെങ്കിൽ മയോട്ടോണിക് ഡിസ്ട്രോഫി,
റെസസീവ് ട്രേറ്റ് ആണെങ്കിൽ സിക്കിൾ സെൽ അനീമിയ, തലസീമിയ, ഫിനൈൽ കീറ്റോനൂറിയ. അങ്ങനെ ഓട്ടോസോമൽ ട്രേറ്റ് ആണോ ഓർ സെക്സ് ലിങ്ക്ഡ്. ഈ സെക്സ് ലിങ്ക്ഡ് എന്ന് സ്പെസിഫൈ ചെയ്യുമ്പം അത് എക്സ് ലിങ്ക്ഡ് ആയിരിക്കും പ്രധാനമായിട്ടും. അപ്പം അത് ഹിമോഫീലിയ പോലെയുള്ള ഡിസോർഡർ, കളർ ബ്ലൈൻഡ്നെസ് പോലെയുള്ളത്, ഇങ്ങനെയുള്ള ചോദ്യമാണ് വരിക. അപ്പം അത് ഡോമിനൻറ്റ് ട്രേറ്റ് ആണോ റെസസീവ് ട്രേറ്റ് ആണോ എന്ന് മനസ്സിലാക്കുന്നത്, അത് നമ്മൾ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം? സി, ഇവിടെ ഒരു പെഡിഗ്രി ചാർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ പെഡിഗ്രി ചാർട്ടിൽ, ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പെഡിഗ്രി ചാർട്ട് തന്നെയുണ്ട്. അപ്പം നമുക്ക് അത് തന്നെ എടുക്കാം. ഈ ഒരു ചാർട്ട് നിങ്ങൾ നോക്കുക. ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ പെഡിഗ്രി ചാർട്ടാണ്. സി, മദർ അഫക്റ്റഡ്, ഫാദർ നോർമൽ, ദേ ഹാവ് 1, 2, 3, 4 ചിൽഡ്രൻ, അതിൽ 1 ബോയ് ആൻഡ് 1 ഗേൾ അഫക്റ്റഡ്. ഇതിലെ ഇൻഹെറിറ്റൻസ് എങ്ങനെയാണ്? അഫക്റ്റഡ് ഗേളിൻ്റെ ഒരു ചിൽഡ്രൻ ആണ് അഫക്റ്റഡ്, ഒരു ഗേൾ ആണ് അഫക്റ്റഡ്. അപ്പോൾ ഈ പെഡിഗ്രി ഇത് മനസ്സിലാക്കാൻ പ്രത്യേകിച്ചൊന്നുമില്ല, ടെക്സ്റ്റ് ബുക്കിൽ തന്നെ എഴുതിയിട്ടുണ്ട്. ഈ പെഡിഗ്രി എന്താണ്? ഓട്ടോസോമൽ ഡോമിനൻറ്റ് ട്രേറ്റ്. എക്സാമ്പിൾ മയോട്ടോണിക് ഡിസ്ട്രോഫി. എനിക്ക് ചോദിക്കാനുള്ളത്, ഇതെങ്ങനെയാണ് ഓട്ടോസോമൽ ഡോമിനൻറ്റ് ട്രേറ്റ് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്? അതിനൊരു ഷോർട്ട് കട്ട് പറഞ്ഞുതരാം. ഒരു ഷോർട്ട് കട്ട് പറയുമ്പോൾ, ഇപ്പോൾ ഡോമിനൻറ്റ് ട്രേറ്റ് ആണെങ്കിൽ ഇത് അങ്ങോട്ട് ഓർത്ത് വെച്ചാൽ മതി. ഡോമിനൻറ്റ് ട്രേറ്റ് ആണെങ്കിൽ ഇവിടെ ശ്രദ്ധിച്ചോളൂ, പാരൻറ്റ് F1, F2. ലിസൺ, ഇപ്പോൾ ഡോമിനൻറ്റ് ട്രേറ്റ് ആണെങ്കിൽ അവിടെ പാരൻറ്റിൽ ആ ട്രേറ്റ് പ്രസൻ്റ് ആയിരിക്കണം, നിർബന്ധമാണ്. 1 or 2. പാരൻറ്റിൽ ആ ട്രേറ്റ് എക്സ്പ്രസ്ഡ് ആയിരിക്കണം, എക്സ്പ്രസ്ഡ്, അതാണ് ഞാൻ പ്രസൻറ്റ് എന്ന് വിളിക്കുന്നത്. പാരൻറ്റിൽ എക്സ്പ്രസ്ഡ് ആണെങ്കിൽ അത് തീർച്ചയായും F1ലും എക്സ്പ്രസ്ഡ് ആയിരിക്കും, പ്രസൻറ്റ് ആയിരിക്കും. പാരൻറ്റിൽ പ്രസൻറ്റ് F1ൽ എല്ലാ ചിൽഡ്രനിലും അത് പ്രസൻറ്റ് ആണെങ്കിൽ ഈ പാരൻറ്റ് ഹോമോസൈഗസ് ആയിരിക്കും. ഇങ്ങനെയും വരാം, പാരൻറ്റിൽ പ്രസൻറ്റ് F1ൽ പ്രസൻറ്റ് ആയവരും ആബ്സെൻ്റ് ആയവരും, എന്ന് വെച്ചാൽ ആ ഡിസോർഡർ കാണിക്കാത്തവരുണ്ടായി. ഇനി നെക്സ്റ്റ് ജനറേഷനിലേക്ക് ഇത് ഇങ്ങനെ ഇൻഹെറിറ്റ് ചെയ്യും. നെക്സ്റ്റ് ജനറേഷനിലേക്ക് ഇത് ഇൻഹെറിറ്റ് ചെയ്യുന്നത് പ്രസൻ്റ് ആയത് F1ൽ നിന്ന് F2ലേക്ക് പ്രസൻറ്റ്, എന്ന് വെച്ചാൽ ഉള്ള പാരൻസിൽ നിന്ന്, ക്യാരക്ടർ എക്സ്പ്രസ് ചെയ്യുന്ന പാരൻസിൽ നിന്ന് മാത്രമാണ് നെക്സ്റ്റ് ജനറേഷനിലേക്ക് എഫക്റ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ F2വിൻ്റെ പാരൻറ്റ് F1 ആണ്. അപ്പോൾ F2വിൽ ഇത് ഇൻഹെറിറ്റ് ചെയ്യണമെങ്കിൽ F1ൽ പ്രസൻറ്റ് ആയിരിക്കണം. അപ്പോൾ ഈ ഒരു ഫോർമാറ്റ് നിങ്ങൾ മനസ്സിൽ വെച്ചാൽ മതി. പ്രസൻറ്റ് 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 ഇങ്ങനെ പോകും. ഒരിക്കലും ആബ്സെൻറ്റ് പ്രസൻറ്റ് വരില്ല. എന്ന് വെച്ചാൽ പാരൻറ്റിൽ ആബ്സെൻ്റ് ആയ ആ ക്യാരക്ടർ ഒരിക്കലും നെക്സ്റ്റ് ജനറേഷനിൽ പ്രസൻറ്റ് വരത്തില്ല, വരില്ല. എവിടെ, ഏത് കേസിലാണ് പറയുന്നത്? ഇങ്ങനെ സംഭവിക്കില്ല. എവിടെ? ഡോമിനൻറ്റ് കേസിൽ ഇങ്ങനെ സംഭവിക്കില്ല. അപ്പം ഇങ്ങനെ സംഭവിക്കുന്നത് എവിടെയായിരിക്കും? അപ്പോൾ നിങ്ങൾ അതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇങ്ങനെ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ പാരൻറ്റിലില്ലാതെ, പാരൻ്റ് എന്ന് വെച്ചാൽ ഫസ്റ്റ് പാരൻ്റ് ആവാം F1, F2വിൻ്റെ പാരൻ്റ് F1 ആണല്ലോ. പാരൻസിൽ കാണാതെ, പാരൻറ്റിൽ അത് ആബ്സെൻ്റ് ആണ് ആ ക്യാരക്ടർ. പാരൻറ്റിൽ ആ ക്യാരക്ടർ ആബ്സെൻ്റ് എന്ന് വെച്ചാൽ റിസസീവ് എന്നാണല്ലോ അർത്ഥം. പാരൻറ്റിൽ ആബ്സെൻ്റ് ആയിട്ട് ഈ F1ൽ പ്രസൻ്റ് ആവുക. ഇങ്ങനെ വന്നാൽ മനസ്സിലാക്കണം അത് റെസസീവ് ആണ്. തിരിച്ച് സംഭവിക്കാം, F1ൽ ആബ്സെൻ്റ് ആയ ക്യാരക്ടർ എവിടെ പ്രസൻ്റ് ആവുന്നു? F2വിൽ പ്രസൻ്റ് ആവുന്നു. ഇങ്ങനെ വന്നാലും മനസ്സിലാക്കുക അത് റെസസീവ് ആണ്. ഇസ് ഇറ്റ് ഓക്കെ? അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ആ പെഡിഗ്രി ചാർട്ടിലേക്ക് തന്നെ നമ്മൾ പോകുന്നു. നമ്മൾ നേരത്തെ എടുത്ത പെഡിഗ്രി ചാർട്ട് ഇതാ നോക്കിക്കേ. ഇതെങ്ങനെയാണ് ഓട്ടോസോമൽ ഡോമിനൻറ്റ് ട്രേറ്റ് ആയത് എന്നാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇവിടെ നോക്കൂ, പാരൻറ്റിൽ പ്രസൻറ്റ്, ഇതാണ് പാരൻറ്റ്, ഇതാണ് F1. F1ൽ പ്രസൻ്റ് ആണ്, പ്രസൻ്റ് ആയവരുണ്ട്, ആബ്സെൻ്റ് ആയവരുണ്ട്. അപ്പോൾ പാരൻറ്റ് ഹിറ്ററോസൈഗസ്, ഇയാൾ ഹിറ്ററോസൈഗസാണ്. അതിൽ നോക്കൂ, അത് ഇൻഹെറിറ്റ് ചെയ്തിരിക്കുന്നത് F1ൽ പ്രസൻ്റ് ആയതിൽ നിന്ന് മാത്രമാണ് പ്രസൻറ്റ്, ആബ്സെൻറ്റിൽ നിന്ന് പ്രസൻ്റ് ആയിട്ടില്ല. അപ്പം ഇത് പ്രസൻറ്റ് 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 പ്രസൻറ്റ്. അപ്പം അതുകൊണ്ടാണ് ഇത് ഡോമിനൻറ്റ് ട്രേറ്റ്. എന്നാൽ നമുക്ക് നെക്സ്റ്റ് ക്യാരക്ടറിലേക്ക് നോക്കാം. അടുത്ത പെഡിഗ്രി നോക്കൂ. ഇത് നോക്കിയിട്ട് നിങ്ങൾ പറഞ്ഞ് ഇത് ഡോമിനൻറ്റ് ട്രേറ്റ് ആണോ റെസസീവ് ട്രേറ്റ് ആണോ? നമുക്കിതാ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിക്കൊണ്ടിരിക്കുന്നു. വേഗം പറയൂ, ഈ പെഡിഗ്രി ഡോമിനൻറ്റ് ട്രേറ്റ് ആണോ റെസീവ് ട്രേറ്റ് ആണോ? ഒന്ന് കമൻറ്റ് ചെയ്യൂ.
വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ, നമുക്കിത് പെട്ടെന്ന് കമൻറ്റ് ചെയ്തിട്ട് പോകണം. യെസ്, ഓഫ് കോഴ്സ് ഹാദി അത് റെസസീവ് ട്രേറ്റ് ആണ്. കാരണം നിങ്ങൾ നോക്ക്, ഇതാണ് പാരന്റ്, പാരന്റിൽ ആബ്സെന്റ് ആണ്, പാരന്റിൽ ആബ്സെന്റ് ആണ്. പാരന്റിൽ ആബ്സെന്റ് ആയത് ഇതാണ് F1. F1ൽ കണ്ടോ പ്രസന്റ്, പ്രസന്റ്. ഇനി കണ്ടോ F1ൽ ആബ്സെന്റ് ആയതിൽ നിന്നും F2ൽ പ്രസന്റ് ആയിരിക്കും. ഈ ഒരു ഫോർമാറ്റ് നോക്കൂ, ഈ ഒരു ഫോർമാറ്റ് നോക്കൂ, ആബ്സെന്റ് പ്രസന്റ്, ആബ്സെന്റ് പ്രസന്റ്. അതുകൊണ്ട് നമുക്ക് ഈ ട്രേറ്റിനെ എന്ത് വിളിക്കാം? ദാറ്റ് ഈസ് റെസസീവ് ട്രേറ്റ്. ഇനി ഒന്ന് പറഞ്ഞ് ഇത് റെസസീവ് ആണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. റെസസീവ് ആണെന്ന് ഇപ്പം മനസ്സിലായി. ആബ്സെന്റ് പ്രസന്റ്, ആബ്സെന്റ് പ്രസന്റ് എന്ന് വന്നപ്പോൾ റെസസീവ് ആണെന്ന് മനസ്സിലായി. നിങ്ങളൊന്ന് പറഞ്ഞ് ഇതെന്തുകൊണ്ട് ഇവിടെ എഴുതിയിട്ടുണ്ട് ആ പെഡിഗ്രി ഒരു റെസസീവ് ട്രേറ്റ് ആണ് കാണിക്കുന്നത്, ഓട്ടോസോമൽ റെസസീവ് ആണെന്ന് പറഞ്ഞു. നിങ്ങൾ പറ ഇതെന്തുകൊണ്ട് ഓട്ടോസോമൽ റെസസീവായി? എക്സാമ്പിൾ സിക്കിൾ സെൽ അനീമിയയോ ഫിനൈൽ കീറ്റോനൂറിയോ ഒക്കെ ആവാം. ഇതെന്തുകൊണ്ട് ഓട്ടോസോമൽ റെസസീവായി? ഇതെന്തുകൊണ്ട് സെക്സ് ലിങ്ക്ഡ് റെസസീവ് അല്ല? ഈ പെഡിഗ്രി എന്തുകൊണ്ട്? എനിക്കിതൊന്ന് തെളിയിച്ചെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റും? ഇതെന്തുകൊണ്ട് ഹിമോഫീലിയ അല്ല? ഇറ്റ്സ് നോട്ട് ഹിമോഫീലിയ. ഇത് ഹിമോഫീലിയ അല്ലാത്തത് കാരണം ഞാൻ പറയുന്നത്. കാരണം ഹിമോഫീലിയ അല്ല എന്ന് ഇവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് സിക്കിൾ സെൽ അനീമിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതെന്തുകൊണ്ട് ഹിമോഫീലിയ എന്ന ട്രേറ്റ് ആയില്ല? ഇതെന്തുകൊണ്ട് ഹിമോഫീലിയ എന്ന ട്രേറ്റ് ആയില്ല? ഇത് സിക്കിൾ സെൽ അനീമിയാണ്. വളരെ സിമ്പിൾ. ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കുന്നു. ഹിമോഫീലിയ എന്ന ഡിസോർഡർ, നമ്മളിനി ഡിസോർഡർ ഡിസ്കസ് ചെയ്യാം. ഹിമോഫീലിയ എന്ന ഡിസോർഡർ ഒരു ഫീമെയിലിന് വരണമെങ്കിൽ കണ്ടീഷൻ ഒന്ന് പറഞ്ഞ്. ഒരു ഫീമെയിലിന് ഹിമോഫീലിയ എന്നല്ല, സെക്സ് ലിങ്ക്ഡ് റെസസീവ് ട്രേറ്റ് ഒരു ഫീമെയിലിന് വരണമെങ്കിൽ ദെയർ ഫാദർ ഷുഡ് ബി അഫക്റ്റഡ്. അപ്പം നിങ്ങൾ ഇവിടെയാണ് നോക്കേണ്ടത്. ഇവിടെ ഒരു ഫീമെയിൽ അഫക്റ്റഡ്, അത് നോക്കിയാൽ മതി. ഫീമെയിൽ അഫക്റ്റഡ് ആണ്. ഇതൊരു റെസസീവ് പെഡിഗ്രി ആണെന്ന് ആദ്യം മനസ്സിലായി. ഇതൊരു റെസസീവ് പെഡിഗ്രിയാണ്. അവിടെ ഫീമെയിൽ അഫക്റ്റഡ് ആണ്. ആ ഫീമെയിൽ അഫക്റ്റഡ് ആണ്. അത് മനസ്സിലായി കഴിഞ്ഞാൽ നേരെ അവരുടെ ഫാദറിനെ നോക്കാം. ഫീമെയിൽ അഫക്റ്റഡ് ആണ്, ബട്ട് ഫാദർ നോർമൽ ആണ്. ഇങ്ങനെ വന്നാൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം അത് ഒരു ഓട്ടോസോമൽ ഡിസോർഡർ ആണ്. അതൊരിക്കലും ഒരു സെക്സ് ലിങ്ക്ഡ് ഡിസോർഡർ അല്ല, എക്സ് ക്രോമസോം ലിങ്ക്ഡ് അല്ല. ഇതെന്തായാലും വൈ ലിങ്ക്ഡ് അല്ല, വൈ ലിങ്ക്ഡ് ട്രേറ്റ് അല്ല. കാരണം ഫീമെയിൽ ഉള്ളത് കൊണ്ട് ഒരിക്കലും ഫീമെയിലിന് വൈ ലിങ്ക്ഡ് ട്രേറ്റ് ഫാദറിന് കിട്ടില്ല. വൈ ലിങ്ക്ഡ് ആയിരുന്നെങ്കിൽ ഇത് ഫാദറിന് ഉണ്ടാകും. അപ്പോൾ ഇത് എന്തുകൊണ്ട് എക്സ് ലിങ്ക്ഡ് അല്ല, എന്തുകൊണ്ട് എക്സ് ലിങ്ക്ഡ് അല്ല എന്നതിൻ്റെ എക്സാമ്പിളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ സെക്സ് ലിങ്ക്ഡ് ഇൻഹെറിറ്റൻസ് മനസ്സിലാക്കാനുള്ളതാണ്. ഒരു പെഡിഗ്രി റെസസീവ് ആണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ, ഇതിപ്പോൾ റെസസീവ് ആണെന്ന് മനസ്സിലായി, ഫീമെയിൽ അഫക്റ്റഡ് ആണ്, ഫാദർ നോർമലുമാണെങ്കിൽ അതെന്തല്ല, അത് സെക്സ് ലിങ്ക്ഡ് അല്ല, ഓട്ടോസോമൽ ആണ്. യു ഗോട്ട് ഇറ്റ്? അതാണ് അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന 2 പെഡിഗ്രീസ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നിഖാൽ ഒന്നുകൂടെ പറയുമോ? ഒന്നുകൂടി പറയാം. ഇതാണ് ചോദ്യം മോനെ. നോക്കൂ, ഈ പെഡിഗ്രി ഞാനിത് വായിക്കാം. ഇവിടെ നോക്കൂ, ഈ പെഡിഗ്രി ചാർട്ട് ഒന്ന് നോക്കിക്കേ. ഈ പെഡിഗ്രി ചാർട്ട് ശ്രദ്ധിച്ചോളൂ, ഒന്നുകൂടി പറയാം. നോക്കിക്കോളൂ മോനെ. ഈ പെഡിഗ്രി ചാർട്ട് ഇവിടെ ആൻസർ എഴുതിയിട്ടുണ്ട്. ഈ പെഡിഗ്രി ചാർട്ട് ഓട്ടോസോമൽ ആണ്. ഈ പെഡിഗ്രി ഓട്ടോസോമൽ ആണ്, റെസസീവ് ആണ്. റെസസീവ് ആണെന്ന് മനസ്സിലായിട്ടുണ്ടല്ലോ. റെസസീവ് ആണെന്ന് എങ്ങനെ മനസ്സിലാക്കാം? പാരൻസിൽ കാണാതെ, ഇതാണ് പാരൻസിൽ ആബ്സെൻ്റ് ആയിട്ട് F1ൽ പ്രസൻ്റ് ആകുന്നു, F1ൽ ആബ്സെൻ്റ് ആയിട്ട് F2വിൽ പ്രസൻ്റ് ആകുന്നു. ഇങ്ങനെ വരുമ്പം അത് റെസസീവ് മനസ്സിലായി. ഇനി എന്തുകൊണ്ട് ഇത് സെക്സ് ലിങ്ക്ഡ് ആകുന്നില്ല? ഇത് എന്തുകൊണ്ട് ഓട്ടോസോമൽ ആണെന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്, എന്തുകൊണ്ട് സെക്സ് ലിങ്ക്ഡ് ആകുന്നില്ല? അതിനുള്ള കാരണമാണ് ഈ പറയുന്നത്. എന്തുകൊണ്ട് ഇത് സെക്സ് ലിങ്ക്ഡ് ആവുന്നില്ല എന്ന കാര്യം എന്ന് വെച്ചാൽ എക്സ് ലിങ്ക്ഡ്, എക്സ് ക്രോമസോമിലുള്ളതല്ല എന്നാണ് പറയുന്നത്. ഇവിടെ നോക്കിക്കേ, ഇവിടെ ഒരു ഡോട്ടർ അഫക്റ്റഡ് ആണ്, ഇപ്പോൾ സെക്സ് ലിങ്ക്ഡ് ഡിസോർഡർ, ഫോർ എക്സാമ്പിൾ ഹിമോഫീലിയ പോലെ സെക്സ് ലിങ്ക്ഡ് ഡിസോർഡർ ഒരു പെൺകുട്ടിക്ക് വരണം. നിങ്ങൾ പറഞ്ഞേ, ഒരു പെൺകുട്ടിക്ക് സെക്സ് ലിങ്ക്ഡ് ഡിസോർഡർ ഹിമോഫീലിയ വരണമെങ്കിൽ കണ്ടീഷൻ നമ്പർ 1, ഒന്നാമത്തെ കണ്ടീഷൻ എന്താ? ഫാദർ മസ്റ്റ് ബി അഫക്റ്റഡ് അല്ലേ? ഒരു പെൺകുട്ടിക്ക് എക്സ് ക്രോമസോം ഫാദറിന് കിട്ടും. 2 എക്സ് ക്രോമസോമിലും റെസസീവ് ജീൻ വന്നാലാണ് പെൺകുട്ടി അഫക്റ്റഡ് ആകുന്നത്.
അപ്പം ഈ പെഡിഗ്രിയിൽ പെൺകുട്ടി അഫക്റ്റഡ് ആണ്. നേരെ ഫാദറിന് നോക്കിക്കോളൂ, ഫാദർ നോർമലാണ്. ഇങ്ങനെ വന്നാൽ മനസ്സിലാക്കണം അത് ഹിമോഫിലിയയോ കളർ ബ്ലൈൻഡോ പോലുള്ള സെക്സ് ലിങ്ക്ഡ് റെസസീവ് ഡിസോർഡേഴ്സ് ആയിരിക്കുകയില്ല. ക്ലിയർ ആണോ? യെസ് ഓർ നോ? ഒന്ന് കമന്റ് ചെയ്ത് വയ്ക്കൂ. നമ്മുടെ സമയം ഇതാ തീർന്നിരിക്കുന്നു. നിഹാൽ ക്ലിയർ ആയോ? ഓക്കെ, ഗുഡ്. നിഹാലിന് ക്ലിയർ ആയി എന്ന് പറയുന്നു. അപ്പം നമുക്ക് ഇന്ന് ക്ലാസ് ഒക്കെ കേട്ടു കണ്ട എല്ലാ നല്ല കുട്ടികൾക്കും താങ്ക് യു ഫോർ വാച്ചിങ് മീ. ഓക്കെ, അപ്പം നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? പറയൂ, നമുക്കൊരു മിനിറ്റ് കൂടി സമയമുണ്ട്. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ വേഗം ചോദിക്കൂ, നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും നല്ല കുട്ടികളായിട്ട് പഠിക്കുക. ടേക്ക് കെയർ, ഹാവ് എ നൈസ് ടൈം, ഗുഡ് നൈറ്റ്, ബൈ ബൈ. ഓക്കെ, സീ യു ദെൻ, ബൈ.